ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ രാവിലെ തുടങ്ങുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പം ഞാനിത് ഷോർട്സിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് വിചാരിച്ചത്. ചായയൊക്കെ കുടിക്കുന്ന നേരത്താണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും. ഇത് ലോങ് വീഡിയോ എടുക്കാനുണ്ടായ ഒരു പ്ലാനും ഉണ്ടായില്ല കേട്ടോ. വീട്ടിൽ വന്ന് നോക്കിയപ്പോഴേക്കും നമുക്ക് സാഹചര്യം ആപ്റ്റാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഓർത്തു ഷോർട്ട് വീഡിയോ നമുക്ക് ലോങ് വീഡിയോ ആക്കാമെന്ന്. അപ്പോൾ രാവിലത്തെ കാര്യമൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടി എടുത്തതായതുകൊണ്ടിട്ടാണ് കേട്ടോ ഷോർട്സിൽ വീഡിയോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വന്നു. അപ്പോൾ നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ബോയ്സ് വ്ലോഗ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ രാവിലെ റൊട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എണീറ്റു വേറെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒന്നും ഞാൻ ആഡ് ചെയ്ത് കാണിക്കുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. കാണിക്കുന്നുണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിനെ ഡാഡിയും മോനും കൂടി ഉറക്കമാണ്. അപ്പോൾ ആ നേരം നമ്മുടെ മോനു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാവിക്കുട്ടൻ ഉറക്കമാണ്. അപ്പോൾ ചേട്ടായിനെ ഇങ്ങനെ ചീറപ്പ് ചെയ്ത് ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് ഇത്തിരി വണ്ടി ലേറ്റായി കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പൂമ്പാറ്റേനെയും പക്കീനെയും ബട്ടർഫ്ലൈ ഇതൊക്കെ പറഞ്ഞ് ഞാൻ അതിൻ്റെ പുറകെയൊക്കെ പോകുന്നുണ്ടോ. അപ്പോൾ ജോക്കുട്ടൻ ചേട്ടായിയാണ് മമ്മി അവിടെ അടങ്ങി നിൽക്ക് എന്നും പറഞ്ഞ് എന്നെ അവനാണ് കേട്ടോ. മമ്മി ബട്ടർഫ്ലൈയുടെയൊക്കെ പുറകെ പോലെ വണ്ടി ഇപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ ഇങ്ങനെ പുള്ള കളിച്ച് അവനായിട്ട് നിൽക്കുന്നതാണ്. എൻ്റെ ഒരു ജിജോനെ കണക്ക് തന്നെയാണ് കേട്ടോ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി. എന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ചില നേരങ്ങളിലൊക്കെ ഗൈഡ് ചെയ്യുന്നത് പോലും ചില നേരങ്ങളിൽ അവനാണ് കേട്ടോ എന്നെ. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് പുള്ള കളിക്കും. അപ്പോൾ അവനെ തിരിച്ചാക്കിയിട്ട് ഞാൻ വരുന്ന കൂട്ടത്തിൽ നമ്മുടെ താറാവൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം കുടിക്കുന്നു. അപ്പോൾ ഒരു പ്രകൃതി രമണീനെയൊക്കെ അങ്ങ് ആസ്വദിച്ച് നോക്കിയപ്പോഴേക്കും എൻ്റെ ഫ്രണ്ടിൽ കൂടി ഒരു പൂമ്പാറ്റയൊക്കെ പോയി. പൂമ്പാറ്റയല്ല കേട്ടോ, തുമ്പിയാണ് കേട്ടോ. അതിങ്ങനെ ശരിക്കും എൻ്റെ അടുത്ത് വന്ന് നിന്ന് കേട്ടോ. എനിക്ക് വീഡിയോക്കകത്ത് എത്രത്തോളം കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ വന്നിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കൈയൊക്കെ വെച്ച് കൊടുത്തപ്പോൾ ഇന്നു കേട്ടോ. പക്ഷെ ഞാൻ ആ കയറി പോയപ്പം തൊട്ട് നോക്കിയപ്പോഴേക്കും കുറേ നേരം നിന്നിട്ട് അങ്ങ് പറന്നു പോയി കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നപ്പോഴേക്കും ഞാൻ ആലോചിച്ചു ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ എന്ന്. നമ്മുടെ കുട്ടൻ സമ്മതിക്കോ ഇല്ലേന്ന് അറിയാത്തത് കൊണ്ടിട്ടാണ് കേട്ടോ രാവിലെ ഞാനത് പറയാറുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഡാവിക്കുട്ടൻ ഓക്കെയാണ്, പാപ്പമൊക്കെ കഴിച്ച് ആക്റ്റീവായിട്ട് നിൽക്കും എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇതിപ്പോൾ രാവിലെ തുടങ്ങുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഞാനങ്ങ് തുണി അങ്ങ് അലക്കി മെഷീനിലിടും. നമ്മുടെ ഓട്ടോമാറ്റിക് അല്ല കേട്ടോ, സെമി മെഷീനാണ്. അപ്പം അതിനകത്തിട്ട് അലക്കി കഴിഞ്ഞ് ഊരി അങ്ങ് വിരിച്ചാൽ മതി. പക്ഷേ എനിക്ക് തൃപ്തിയാവത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവസാനം ഇങ്ങനെ എല്ലാം അലക്കി കഴിയുമ്പോൾ ഒരു ബക്കറ്റ് വെള്ളത്തിൽ അല്ലെങ്കിൽ 1-2 ബക്കറ്റിൽ വെള്ളത്തിലും കൂടി ഒന്ന് ഊരിയിടുവേ. അങ്ങനെയുള്ള തൃപ്തിയാവാത്തവരുണ്ടെന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. എനിക്കിങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് അലക്കുമ്പോൾ അതിനകത്ത് പൂട കുത്തുമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പൊടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ അവസാനം ഒന്ന് ഊരിയിടുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പം ഡാവിക്കുട്ടനെ മിക്ക ദിവസങ്ങളിലും ഡാവിക്കുട്ടനെ ഉറക്കിയിട്ടായിരിക്കും നമ്മൾ ഈ പരിപാടിക്ക് കയറുന്നത് കേട്ടോ. രാവിലത്തെ പാപ്പവും പാലുകൂടിയൊക്കെ കഴിഞ്ഞ് ആൾ ഉറങ്ങുന്ന നേരത്താണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഇത് ഇന്നലെ അലക്കി വെച്ചേച്ചാൽ എനിക്ക് വിരിക്കാൻ നേരം കിട്ടിയില്ല കേട്ടോ. അവനിങ്ങനെ തുള്ളിപ്പുളു ഓരോന്നൊക്കെ എടുത്തപ്പോൾ വെള്ളത്തിൽ കളിക്കാൻ ഞാൻ സമ്മതിക്കത്തേ ഇല്ല. പക്ഷേ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം നൈസിന് അവന് മനസ്സിലായി. അപ്പോൾ ഞാൻ അവനൊരു ബേസിനൊക്കെ അവിടെ വെച്ച് കൊടുത്ത് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി ഇരുത്തി കൊടുക്കുകയാണെങ്കിൽ ഒരു ബോൾ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ അധികം വെള്ളത്തിൽ കളി ആവില്ലല്ലോ എന്ന് ഓർത്തിട്ട് വേറെ നിവൃത്തിയില്ലല്ലോ നമുക്ക്. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നാണെങ്കിൽ കുഞ്ഞിനെയായിട്ട് ഇരുത്തണം കേട്ടോ. അവൻ ഇത്തിരി ഇങ്ങനെ ഇപ്പോൾ നടക്കാനും കൂടി ആയത് കാരണം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അപ്പോൾ എൻ്റെ കണ്ണും വെട്ടത്ത് തന്നെ വെക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പോൾ ഞാൻ ഇത് നമ്മുടെ ഓൺലൈനിൽ നിന്ന് ഇതൊരു 4 വർഷമായി കേട്ടോ ഈ സ്റ്റാൻഡ് ഞാൻ വാങ്ങിച്ചിട്ട്. അതിൻ്റെ കട്ടയും പടമൊക്കെ ഇളകി തുടങ്ങി. എന്നാലും ഞാൻ അതിനകത്ത് തുണി വിരിക്കുന്നുണ്ട്. നമുക്ക് വെയിലൊക്കെ വരുമ്പോൾ നീക്കി വെക്കാൻ യൂസ്ഫുള്ളാണ് കേട്ടോ. ഇത് ഓൺലൈനിൽ നിന്ന് ഫ്ലിപ്കാർട്ടിന് എന്തോ ഒരു 1000 സംതിങ് അങ്ങനെ എന്തോ ഒരു ടൈമിൽ നമ്മുടെ കൂട് കാലിയായിട്ട് കിടക്കുന്ന പട്ടിയെല്ലാം പിടിച്ച് നമ്മുടെ ലവ് ബേർഡ്സിനെയൊക്കെ ഇത് കൊന്നു കളഞ്ഞു കേട്ടോ. പട്ടി നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് കയറുന്നതാണ്, വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കയറുന്നതാണ്. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് മൊത്തത്തിൽ പായലൊക്കെ പിടിച്ച് കിടക്കുകയാണ്. കാരണം അവിടെ നമുക്ക് ഷീറ്റൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ കോൺഷ്യസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ തുണിയൊക്കെ ഒരു വെള്ളത്തിൽ ഊരി അങ്ങ് വിരിക്കുക. അലക്കി ഊരി വെച്ചേക്കുന്നതാണ്, എന്നാലും എനിക്കൊന്ന് വിരിച്ചില്ലെങ്കിൽ ഒന്ന് ഊരിയില്ലെങ്കിൽ സമാധാനമാകത്തില്ല. അപ്പോൾ ഞാൻ ഓരോന്നൊക്കെ വിരിക്കുകയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഡാവിക്കുട്ടിനെ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഇരുത്തിയേക്കുന്ന വേറൊന്നും ഉണ്ടല്ലോ കേട്ടോ. കണ്ണ് തെറ്റിയ എന്തെങ്കിലും കുരുത്തക്കേടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുഞ്ഞിന് പറ്റുമോ എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ ഫ്രണ്ടിൽ തന്നെ ആ ബേസിനകത്ത് ഒരു 2-3 ബോളും ഇത്തിരി കപ്പിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിരുത്തിയേക്കാണ്. ആ ബേസിനിലെ വെള്ളമെല്ലാം ചെരിച്ച് കളഞ്ഞ് ബക്കറ്റിൽ കളിക്കാൻ വരുന്നതാണേ. നമ്മൾ ഈ മെയിൻ ഡോറ് തുറക്കത്തില്ല കേട്ടോ, ഫ്രണ്ട് ഡോറ് തുറക്കത്തില്ല ഇവനെ പേടിച്ചിട്ട്. ഇപ്പോൾ വന്ന് അനങ്ങുമ്പോൾ കളിയാണ് കേട്ടോ വെള്ളത്തിൽ കളി ആയതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ജലദോഷവും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് കാരണം ഇപ്പോൾ കുറച്ച് നാളായിട്ട്
അങ്ങനെ ഹോസ്പിറ്റലിൽ കയറാതിരിക്കുകയാണ്. ഇവൻ വെള്ളത്തിൽ കളി തുടങ്ങിയത് നമ്മളവിടെ ഒരു സെറ്റിയുണ്ട് കേട്ടോ വാതിക്കി ഇട്ടേക്കുന്നത്. ആ സെറ്റിയൊക്കെ എടുത്ത് വട്ടം വെച്ചേക്കുകയാണ്. എന്നാലും നമ്മുടെ ഡാവിക്കുട്ടന്ന് കണ്ടോ നല്ല കളിയാണ്. അപ്പോൾ ഞാനിത് വീഡിയോ എടുക്കുന്നതിൽ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് ഇടയ്ക്ക് ഞാൻ കസേര പിടിച്ചിരുത്തും കേട്ടോ. കാരണം കസേരന്ന് വീഴോന്ന് പേടിക്കേണ്ട. കാരണം അവന് തന്നെ നിങ്ങൾ വിചാരിക്കുമ്പോൾ പെട്ടെന്ന് പേടിയായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷെ അവന് തന്നെ ഞാൻ പേടിപ്പിച്ചു ആ ആ ആ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചേക്കുന്ന പറഞ്ഞാൽ ആൾ വീഴത്തില്ല. എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് എമ്മ എന്നും പറഞ്ഞ് വിളിച്ചിട്ടേ ഇറങ്ങത്തുള്ളേ. അപ്പം അപ്പുറത്ത് ദേവു നിന്ന് നിൽപ്പുണ്ട് കേട്ടോ. ദേവു ഇന്ന് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവളും അവളുടെ അമ്മയും ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് വർത്തമാനം പറയുന്നത് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ അവനെ ശ്രദ്ധിക്കാതെ വേഗം നിന്ന് ഓരോന്നൊക്കെ ഊരി എടുക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അയാൾ ഇറങ്ങുന്ന കണ്ടുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുകയാണേ. അപ്പോൾ എന്നെ വിളിക്കുന്നില്ല. കാരണം അവൾ അവിടെ നിന്ന് വിളിക്കുന്നത് കാരണം അവൾ വിളിച്ചപ്പോൾ ഇറങ്ങുന്നത് ഞാൻ കണ്ടോടി ഇറക്കം കണ്ടോ, അവന് വലിയ പേടിയുണ്ടോ എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആൾ തന്നെ ഇറങ്ങുന്നത് ഞാനിങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് ഇറങ്ങാൻ വിട്ടില്ലെങ്കിൽ സമ്മതിക്കത്തില്ല കേട്ടോ. അപ്പോൾ ദേ നിന്ന് അലക്കാൻ ഈ ഒരു തുണി എടുത്തിട്ട് ഇതിങ്ങനെ അടിച്ചടിച്ച് കളിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് കണക്ക് ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് ആൾ. അപ്പോൾ ഞാനതൊക്കെ വാങ്ങിച്ച് ഒരു സ്ഥലത്ത് കൊണ്ട് ഇരുത്തും കേട്ടോ. സെറ്റിക്കകത്ത് ഇരുത്തിയാലും പിന്നെയും ഇറങ്ങി വരും. വെള്ളം ആയതുകൊണ്ട് വീഴുമെന്നുള്ള പേടി കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയിട്ട് അകത്തോട്ട് കൊണ്ടാക്കും. പിന്നെ അവന് ഇരുത്തിയിട്ട് ടോയ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെയും വരും. ഇവനെ ഉറക്കിയിട്ടാണ് മിക്ക ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യുന്നത്. ഞാൻ ഈ അലക്കലും കാര്യങ്ങളൊക്കെ ഇത് വിരിക്കാൻ മാത്രം ഉള്ളത് കൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ നിന്ന് വിരിക്കുന്നത്. മിക്ക ദിവസങ്ങളിൽ ഇവനെ ഉറക്കി കിടത്തിയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇട്ടുകൊണ്ട് പോയാൽ ഇന്നലത്തെ തനക്ക് തന്നെ അവിടെ തന്നെ കിടക്കും എന്നുള്ളൊരു തോന്നലും. ഇപ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ചാൽ മുമ്പ് എല്ലാ പണികളും ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടേ മാറത്തുള്ളേ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. എന്തെങ്കിലും ഒന്ന് വന്ന് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഡാവിക്കുട്ടനായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ പോവും കേട്ടോ. അപ്പോൾ അവൻ നല്ല നിന്ന് കളിയില്ല. അപ്പോൾ ഇവന് ഞാനിനി പാപ്പം കൊടുത്ത് കുളിപ്പിച്ച് അങ്ങോട്ട് കയറ്റാലാന്ന് ഓർത്തിട്ട് എന്തായാലും നനഞ്ഞിരിക്കുകയല്ലേ കുളിപ്പിച്ച് അങ്ങോട്ട് കയറ്റാം എന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ നിൽക്കുന്നത്. ഒത്തിരി ഉണ്ട് കേട്ടോ. വീഡിയോ ഒത്തിരി ലാഗായി. ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അപ്ഡേറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് തന്നെ അങ്ങ് ബോറടി ആയതുകൊണ്ട് ഞാൻ അങ്ങ് സ്പീഡിലിട്ട് കാണിക്കുന്നതാണ്. ഞാൻ അതും ഇതൊക്കെ ഒതുക്കി അങ്ങോട്ട് വെക്കുക ഇതെല്ലാം. ഇനിയും പരിപാടിയുണ്ട് കേട്ടോ. അലക്കിയത് ഞാൻ അങ്ങ് വിരിച്ചതേ ഉള്ളൂ. ഇനി അലക്കാനുള്ളൊരു സെക്ഷനുണ്ട്. അപ്പോൾ ഇയാളെ അങ്ങ് കുളിപ്പിച്ച് കിടത്തിയിട്ട് അങ്ങ് പാപ്പൊക്കെ കൊടുത്തിട്ട് കുളിപ്പിക്കാമെന്നൊക്കെ ഓർത്ത് നിന്നിട്ട് നടക്കോ ഇല്ലയോ നമുക്ക് കണ്ടറിയാം കേട്ടോ. ഞാൻ അയാളെ കുളിപ്പിച്ച് അങ്ങ് കയറ്റുന്നതാണ്. അല്ലെങ്കിൽ പിന്നെയും അവിടെ നിന്ന് വെള്ളത്തിൽ കളിയും കാര്യങ്ങളൊക്കെ ആവും കേട്ടോ. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്യാന്ന് ഓർത്തു കേട്ടോ. പക്ഷേ അങ്ങനെ ബ്ലറിട്ട് കാണിച്ചതാണ്. അപ്പോൾ ദേ നമ്മൾ ഓൾമോസ്റ്റ് ഒരു അപ്പം അതിൻ്റെ ഇടയിൽ കൂടി ആ വണ്ടി അവിടെ തട്ടി താഴെ ഇട്ടു കേട്ടോ. അതാണ് കാണിക്കുന്നത്. അവിടെ ഇരുന്ന് വെച്ച് വണ്ടി അങ്ങ് ഉരുണ്ട് മറിഞ്ഞങ്ങ് താഴത്തോട്ട് പോയി കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ശുണ്ഠരനാവുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇച്ചിരി ഉള്ളൂ കേട്ടോ. ഒരു ചെറിയ കസേരയിൽ ഒത്തിരി തുണിയും കാര്യങ്ങളും വലിയ പണിയും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. അലക്കൊരു സൈഡിൽ അങ്ങനെ നടക്കുന്നത് കാരണം നമുക്ക് ഇടയ്ക്ക് അപ്പോൾ ഇവനെ ഒരുക്കി സുന്ദരനാക്കി ഇരുത്താമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എപ്പോഴും ഇതേ കണക്ക് ആയിരിക്കില്ല കേട്ടോ. എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ചില ദിവസങ്ങളിൽ ഇവൻ നല്ല കണക്ക് കിടന്ന് ഉറങ്ങുന്ന ദിവസങ്ങളുണ്ടാകും. അപ്പോൾ എനിക്ക് ഓരോ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തൊക്കെ പറ്റും കേട്ടോ. ഇന്നിപ്പോൾ ആളങ്ങനെ ഉറങ്ങാഞ്ഞ കാരണമാണ് കേട്ടോ ഞാൻ കണ്ണും പൊട്ടൊക്കെ എഴുതി കൊടുത്ത് അങ്ങനെ നിർത്തിയേക്കുന്നത്. അപ്പം അപ്പുറത്ത് ഇന്ന് ദേവ് പോവാത്ത കാരണം അവരങ്ങനെ വരാറില്ല കേട്ടോ പകലൊന്നും. വൈകുന്നേരം എങ്ങാനും ഒരു ഇച്ചിരി നേരം നമ്മൾ നടക്കാൻ ഇറങ്ങുമ്പോഴൊക്കെ കാണൽ മാത്രമേ ഉള്ളൂ. അപ്പം ഇന്ന് പതിവില്ലാതെ ദേവ് ഉള്ളതുകൊണ്ട് അവളെയും പ്രതീക്ഷിക്കാം കേട്ടോ. ചേട്ടായി പോകുമ്പോൾ ചില നേരങ്ങളിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അവന് മാത്രം നമ്മൾ ചെയ്യും. അല്ലെന്നാണെങ്കിൽ ചില നേരങ്ങളെല്ലാം കഴിയും കേട്ടോ. പിന്നെ അവൻ പോയി കഴിയുമ്പോഴാണ് നമ്മുടെ വീട്ടിലുള്ള അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ എല്ലാം വാരി വലിച്ച് തലേ ദിവസം പിള്ളേർ കളിച്ചിട്ടൊക്കെ ഇട്ടേക്ക് ഇതൊക്കെ ഇനി ഒതുക്കി പിറക്കി വെക്കണം. നമ്മുടെ ഡാവിക്കുട്ടിന് ഉറങ്ങണം കേട്ടോ. അപ്പോൾ ഈ ഡാവിക്കുട്ടിന് പാപ്പ കൊടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കണ്ടതേ. അപ്പോൾ ഈ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയും എന്തോ ചമ്മന്തിക്കെന്തോ താളിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇന്ന് കടലച്ചമ്മന്തി ആയിരുന്നു കേട്ടോ. ഡാഡി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പൊട്ടുകടലയില്ലേ, അപ്പോൾ ഇവിടെ പൊട്ടുകടലയെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം എന്താണ്. അപ്പോൾ ആ പൊട്ടുകടലയുടെ ചമ്മന്തിയും കടലയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചമ്മന്തിയും കൂടി താളിച്ചു ചമ്മന്തിയും ഇഡ്ഡലിയാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ കഴിക്കുന്നോ ഇല്ലയോ എന്ന് നമുക്ക് വീഡിയോയ്ക്കകത്ത് കാണാം. കാരണം ഈ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി വരുന്നതിന് മുമ്പേ പണികളെല്ലാം കഴിഞ്ഞ് ഒതുക്കിയിട്ടേക്കണം. കാരണം അല്ലെങ്കിൽ അയാൾ ചോദിക്കും മമ്മി ഇതെന്താ അങ്ങനെ കിടക്കുന്നത് ഇങ്ങനെ കിടക്കുന്നതൊക്കെ ചോദിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ പൊട്ടുകടല. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ട് ഞാൻ ഇതൊക്കെ വെച്ച് കാണിക്കുന്നതാണ് നിങ്ങളെ കാണുന്നത്.
അപ്പോൾ ദേ ഇരുന്നൊന്നും കഴിക്കുന്നൊന്നും കാണിക്കുന്നത്. അപ്പോൾ ദേ ഇഡലിയും 3 ഇഡലിയും ചമ്മന്തിയും കൂടി എടുത്തിട്ട് ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ വീഡിയോ എടുത്തിട്ട് 2-3 ദിവസമായി, പോസ്റ്റ് ചെയ്യാൻ നേരം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ ഇനി കഞ്ഞിക്കൊക്കെ ഇട്ട് അതെല്ലാം ഒതുക്കി. അപ്പോൾ പാത്രങ്ങളൊക്കെ നിങ്ങൾക്ക് നിരത്തി വെച്ചേക്കുന്ന കാണാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഈ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും, അപ്പോൾ ഞാൻ കഞ്ഞിക്കൊക്കെ ഇട്ട് വെള്ളമൊക്കെ ചൂടാക്കാൻ വെച്ചപ്പോൾ തിളപ്പിച്ച വെള്ളമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഓരോന്നും ഇങ്ങനെ സൈഡിലോട്ട് ഒതുക്കി എല്ലാം അങ്ങ് സിങ്ങും. അപ്പോൾ ഞാനൊന്ന് ഭയങ്കരമായിട്ട് ദാഹിച്ച് പോയെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട്. അപ്പോൾ അതേ കലമൊക്കെ കഴുകി വെള്ളവും കുടിക്കുന്ന വെള്ളമൊക്കെ എടുത്ത് വെക്കുന്നതാണ്. ഇതെല്ലാം ഞാൻ സ്പീഡിൽ അങ്ങ് ഇട്ട് ഓടിച്ച് കാണിക്കുകയാണ് കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. അപ്പോൾ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഡാഡി എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഡാവിക്കുട്ടനെ അവിടെ നിർത്തുന്നുണ്ട് കേട്ടോ. പക്ഷേ ഡാവിക്കുട്ടൻ ഒരു തരത്തിൽ കേൾക്കുന്നില്ല. അപ്പോൾ അവനെ എടുത്തുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അവൻ ഉറങ്ങിയിരുന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അവൻ ഉറങ്ങുന്നില്ല കേട്ടോ. ചില നേരങ്ങളിൽ ഉറങ്ങും ആൾ, അല്ലെങ്കിൽ ഇങ്ങനെ കളിച്ച് നടക്കും. അപ്പോൾ ഞാൻ ദേ കഞ്ഞിക്കും ഒക്കെ വെള്ളമൊക്കെ ഇട്ടു. അപ്പോൾ ഒരാൾ വരുന്നത് എനിക്ക് കണ്ടിട്ട് രസം, എന്നെ തിരക്കി വരുന്നതാണ് ഈ കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരക്കി വരും കേട്ടോ സാറ്. അപ്പോൾ അതേ അങ്ങനെ ഇപ്പോൾ എല്ലാ സാധനങ്ങളും ഇങ്ങനെ പോകുന്ന വഴിയെ ഓരോ വള്ളി, ഓരോ ടോയ് ഇങ്ങനെ. അപ്പം അവനങ്ങ് പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ അവിടുത്തെ പുറത്തെ സെറ്റി എടുത്ത് അങ്ങ് തള്ളി വെക്കും കേട്ടോ, അല്ലെങ്കിൽ അങ്ങ് ഓടി അങ്ങ് പുറത്തേക്ക് ഇറങ്ങും കേട്ടോ ആൾ. അപ്പം കണ്ടോ, ഞാൻ അങ്ങോട്ട് പോയപ്പോൾ എന്നെ തിരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നേ. ഇയാൾ നമ്മുടെ ഡാവിക്കുട്ടൻ ജോക്കുട്ടൻ ചേട്ടായിനെ കണക്കല്ല കേട്ടോ. ജോക്കുട്ടൻ ചേട്ടായിക്ക് ഫീഡ് ചെയ്യുന്നതെല്ലാം മുഴുവൻ അങ്ങനെ കഴിക്കുമായിരുന്നു. പക്ഷേ ഇയാൾക്ക് ഇത്തിരി അങ്ങനെ കൊണ്ടുകൊണ്ട് നടന്ന് കുറേ നേരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇച്ചിരിയൊക്കെ ഫീഡ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത ഇഡലിയോ ദോശയോ എന്തോ ആണേ അവന് കൊണ്ട് ഇപ്പോഴാണ് കേട്ടോ കംപ്ലീറ്റ് ആയെന്ന് തോന്നി. അങ്ങനെ അത് കഴിച്ചിട്ട് അവിടെ കൊണ്ട് നിർത്തുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ആക്കതേ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാലും എന്നെ തിരക്കി നടക്കുകയാണേ. അപ്പോൾ ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു അവൻ എന്തായാലും ഫുഡൊക്കെ കഴിച്ചാണ്, ഇച്ചിരി നേരം കൂടി കളിച്ച് നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഓരോ പ്ലേറ്റൊക്കെ അങ്ങ് കഴുകാനുള്ളത് സിങ്കിൽ നിന്ന് അങ്ങനെ ഒതുക്കിയാണേ. ഈ സിങ്ക് ഇങ്ങനെ സിങ്ക് അല്ല, സ്ലാബ് മുഴുവൻ ഇങ്ങനെ മെസ്സി ആയിട്ട് കിടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം കയറും കേട്ടോ. മെസ്സി അല്ല കേട്ടോ, റൊണാൾഡോ എന്ന് തോന്നിപ്പോയി. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചളിപ്പൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വീഡിയോ വോയിസ് ഓവർ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ അലങ്കോലോട്ട് കിടക്കുമ്പോൾ അങ്ങനെ ഒതുക്കി വെക്കുമ്പോഴേ സമാധാനം ആവുള്ളൂ. പക്ഷേ അവൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ ഒന്ന് വിളിച്ചുകൊണ്ട് പോവും കേട്ടോ. വിളിച്ചുകൊണ്ട് പോയി ഓരോ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വാതിക്കയിൽ നമ്മുടെ ചേട്ടായി പോകുമ്പോൾ പൗഡർ, സ്പ്രേ, പഞ്ചസാരയും പാട്ടയും എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങോട്ട്. അപ്പോൾ അതിന് ദോശ ഇഡ്ഡലി ഞാനിത് പഞ്ചസാര ഇട്ടാണ്, അതൊക്കെ ചമ്മന്തി വലിയ കാര്യമില്ല എന്നാലും കൊടുക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോന്ന് സിങ്കിൽ ഒതുക്കി സിങ്കെല്ലാം ക്ലീനാക്കി കഴുകാനുള്ളതെല്ലാം നിറച്ച് സിങ്കിലിട്ട് കഴിയുമ്പോൾ കാണുമ്പോൾ ഒരു സംതൃപ്തിയാണ്. ഇത്രയല്ലേ കഴുകാനുള്ളൂ എന്നുള്ളൊരു തോന്നൽ കേട്ടോ. അപ്പോഴും ക്ലിയർ ആയിട്ടില്ല, ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നമുക്ക് രാത്രി വേസ്റ്റ് കളയാൻ പോകാനോ അങ്ങനെ എടുക്കാനോ ഒതുക്കാനോ ഒക്കെ ഒന്നും പറ്റിയില്ല കേട്ടോ. അത് കാരണമാണ് ഇത്രയും മെസ്സായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇവന് ഉറക്കുന്നതാണ് ഇനി ടാസ്ക്. അപ്പോൾ ഇവനിങ്ങനെ ഉറങ്ങാത്ത കാരണം ഞാനിങ്ങനെ ഒക്കത്ത് വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇവനെ ഉറക്കിയിട്ട് ചെയ്യാൻ പാടില്ല. പക്ഷേ ഇവനെ ഉറക്കാൻ പോയി കിടന്ന് കഴിയുമ്പോൾ ഒരു ടാസ്ക്കാണ്. എന്നെയും പിടിച്ച് കിടത്തും, അവനും ഉറങ്ങത്തില്ല. ഒരു 4-5 മണിക്കൂർ അങ്ങനെ തന്നെ പോവും. അപ്പോഴത്തേക്ക് നമ്മുടെ ഡാവിക്കുട്ടൻ ചേട്ടായി വരും കേട്ടോ. അപ്പോൾ ഒന്നും കാര്യങ്ങളും നടക്കത്തില്ല. അപ്പോൾ അവൻ വരുന്നതിന് മുമ്പേ നമുക്ക് ഹോളും കാര്യങ്ങളൊക്കെ അങ്ങ് ഒതുക്കി നീറ്റാക്കി ഓരോ സാധനങ്ങളൊക്കെ. അപ്പോൾ എന്നോട് ചോദിക്കും, മമ്മി ഇന്ന് രാവിലെ എടുത്ത സാധനങ്ങളൊന്നും ഒതുക്കി വെച്ചില്ലായിരുന്നു മമ്മി എന്നൊക്കെ ജിജോ ചോദിക്കുന്നതിലും കാര്യമായിട്ട് ചോദിക്കുന്നത് നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി ആണ്. ജോക്കുട്ടൻ ചേട്ടായി വന്നു കഴിയുമ്പോൾ തന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയെന്നാണെങ്കിൽ ചേട്ടായി ചോദിക്കും കേട്ടോ, അമ്മ ഇന്ന് കുളിയൊക്കെ കഴിഞ്ഞോ, അലക്കൊക്കെ കഴിഞ്ഞോ, ഓരോ കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങൾ വിശേഷങ്ങളെല്ലാം നോക്കിയും കണ്ടും പറഞ്ഞും തിരക്കിയൊക്കെ നടക്കുന്ന നമ്മുടെ ചേട്ടായിയാണ് കേട്ടോ, ഡാഡിയിലും. അപ്പോൾ അവൻ വരുന്നതിന് മുമ്പേ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒതുക്കി നീറ്റാക്കി വെക്കും കേട്ടോ. അപ്പോൾ അയാൾക്ക് കാണുമ്പോൾ ഒരു ഹാപ്പിയാണ്. അയാൾ വന്ന് അയാളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു സംതൃപ്തിയാണേ. അപ്പോൾ ഇതേ ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഞങ്ങളിത് ഇങ്ങനെ പുറത്തിറങ്ങിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ കണക്ക് നമ്മൾ രാവിലത്തെ അലക്കിയിട്ടത് മാത്രമല്ലേ. അപ്പം ഇന്ന് പതിവില്ലാതെ ഇവൻ ഉറങ്ങാഞ്ഞത് കാരണം അപ്പുറത്തെ ദേവുവിൻ്റെ അമ്മയാണ് കേട്ടോ, ഭയങ്കര സ്നേഹമുള്ള ആൻറ്റിയാണ്, ചേച്ചിയും മോളുമാണ്. അപ്പോൾ അവർ വന്ന് നമ്മുടെ ഡാവിക്കുട്ടനെ എടുത്തുകൊണ്ട് പോകുന്നത്, ഇവരുടെ അടുത്ത് പോവും കേട്ടോ അവൻ. അപ്പോൾ എനിക്ക് ഒത്തിരി സഹായമാണ്. അപ്പോൾ ബോൾ കൊടുക്കുകയാണ്. അപ്പോൾ അവനെ അങ്ങനെ ഇന്നിപ്പോൾ പകൽ അങ്ങനെ കൊണ്ടുപോകാറില്ല, വൈകുന്നേരങ്ങളിലാണ് അവർ പോകുന്നത്. ഇന്നിപ്പോൾ അവളുണ്ട് കേട്ടോ. അവൾ ക്ലാസ്സിൽ നിന്ന് പോവാതിരുന്നത് കാരണം ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട്, കാരണം എൻ്റെ പണിയൊക്കെ ഒരുവിധം ആകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓർക്കും രാവിലെ എണീറ്റോ, ഉറങ്ങിയാലല്ലേ നമുക്ക് എണീക്കേണ്ടി വരുന്നത്. ആളിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ രാത്രിയൊക്കെ എണീക്കുന്ന കാരണം നമുക്ക് ഉറക്കമൊക്കെ അങ്ങ് ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ എന്താ നിങ്ങൾ നേരത്തെ ചെയ്യാത്തതെന്നൊക്കെ ആലോചിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നതാണേ,
അപ്പോൾ അതേ അയാളെ അവിടെ ആക്കിയിട്ട് ഞാൻ എൻ്റെ പണികളൊക്കെ പിന്നെയും കണ്ടിന്യൂ ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ അയാളെ അവിടെ ആണ്. അപ്പം അധികം നേരം ഇരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അവിടെ ശശിയങ്കിളുണ്ട്, ആ ദേവുവിൻ്റെ അച്ഛനുണ്ട്. അപ്പോൾ അങ്കിളിനെയൊക്കെ കണ്ടു കഴിയുമ്പോൾ ആൾക്ക് പതിവില്ലാത്ത കാരണം ഇങ്ങോട്ട് പോരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അവനുണ്ടെന്നാണെങ്കിലും നമുക്കൊരു രസമാണ്. കാരണം അവൻ അതും ഇതൊക്കെ ഇങ്ങനെ പിറക്കി നടക്കുമ്പം നമുക്ക് മിണ്ടിയും പറഞ്ഞ് നിൽക്കാൻ ഒരാളാണല്ലോ. നമുക്ക് ഈ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഒരു മൂശാട്ടയാണ് എനിക്ക്. പക്ഷേ പണിയും നടക്കത്തില്ല. എല്ലാ കാര്യങ്ങളും അങ്ങനെ ഇട്ടിട്ട് ലാഗിയാണ്. പിള്ളേരുള്ള വീട്ടിൽ അങ്ങനെയാണ് പൊതുവെ എല്ലാം ലാഗിയാണ് ചെയ്യുന്നത്. ഈ ഒതുക്കി വെച്ചിട്ട് ഇങ്ങോട്ട് പോകുന്ന നേരം തിരിച്ചു വരുമ്പം അതിലും ഡബിൾ ഇരട്ടിയായിട്ട് നമ്മുടെ ഹോള് കിടക്കുന്ന കാണാം. അപ്പോൾ ഇതിന്ന് തലേ ദിവസത്തെ രാത്രിത്തെ രണ്ടും കൂടി എന്തോ ക്രാഫ്റ്റോ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കി കളിച്ചിട്ട് ഇട്ടേക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ വലിയ കാര്യത്തിലല്ല കേട്ടോ തൂക്കുന്നത്. പൊടിയൊന്നും കളഞ്ഞ് അങ്ങനെ ഈ പെട്ടെന്ന് നോക്കുമ്പോൾ കച്ചറ കിടക്കുന്നതെല്ലാം വലിച്ചങ്ങ് വേഗം അങ്ങ് ഒതുക്കി ഇടുന്നതാണ്. വേഗം അങ്ങ് ഇപ്പം ആരെങ്കിലും പെട്ടെന്ന്, എനിക്ക് ഭയങ്കര കോൺഷ്യസ് ആണ്, ആരെങ്കിലും പെട്ടെന്ന് വരുമ്പോൾ ഒന്ന് നീറ്റായിട്ട് കിടക്കണം. അപ്പം ഇത് ഒതുക്കിയും ഇതിൻ്റെ അടിയും എല്ലാ സെറ്റുകളും നീക്കിയൊക്കെ ഞാൻ ഇവൻ ഉറങ്ങിക്കഴിഞ്ഞിട്ട് തൂക്കാന്നുള്ള സെറ്റപ്പിലാണ് കേട്ടോ. ഇത് ആ കിടക്കുന്ന ചവറൊക്കെ ഒന്ന് വേഗം അങ്ങ് ഒതുക്കി അങ്ങ് എടുത്ത് തൂക്കും. കണ്ടോ, അമ്മാതിരി ചവറുണ്ടായിരുന്നു രണ്ടും കൂടി ക്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതൊക്കെ ഒതുക്കിയിട്ട് ചെയ്യാമെന്ന് ഓർത്താണ് ഞാൻ അങ്ങ് ഹോൾ അങ്ങ് ഒതുക്കിയിട്ടത്. അല്ലെങ്കിൽ പക്ഷേ നമ്മൾ എപ്പോഴും എല്ലാവർക്കും പറ്റുന്നതാണെന്ന് പറയാം. എപ്പോഴും നമ്മൾ ഒതുക്കിയിട്ട് നീറ്റായിട്ടിരിക്കുമ്പോൾ ഒരു പട്ടിക്കുഞ്ഞ് പോലും വരില്ല, ഒരു മനുഷ്യനും വരില്ല. സമയത്ത് വലിച്ചു വാരി കച്ചറയായിട്ട് കിടക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഗസ്റ്റ് വന്ന് കയറും കേട്ടോ. അപ്പോൾ ഞാൻ ഓർക്കും, അയ്യോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തോന്നുമോ ഈ വീട് കണ്ടാ എന്നൊക്കെ ഞാനിവിടെ ഡാഡിനോട് എപ്പോഴും പറയുന്നത് എൻ്റെ ഒരു വേവലാതിയാണേ. അങ്ങനെയുള്ള വീട്ടമ്മമാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാനിപ്പോൾ ദേ അങ്ങനെ ഹോൾ ഞാൻ അങ്ങനെ എപ്പോഴും ഒന്ന് ഒതുക്കിയൊക്കെ ഇടത്തുള്ളൂ കേട്ടോ. ഹോളെന്നല്ല, മിക്കപ്പോഴും നമ്മളങ്ങനെ ഒതുക്കി ഇടത്തുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് ഞാനൊന്ന് അടിച്ചു വാരി ആ കാണത്തക്കത്തുള്ള രീതിയിലുള്ള ചവറും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നതേ. ഇതിൽ ഒത്തിരി കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു പോകുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു സൈഡിൽ തന്നെ ഇങ്ങനെ സ്റ്റാൻഡിൽ ഫോൺ എടുത്ത് വെച്ചേക്കുന്ന കാരണം പിന്നത്തേക്ക് അതുമല്ല ഇപ്പോഴും ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ എൻ്റെ തലയുടെ പകുതി മുഴുവനും വീഡിയോക്കകത്ത് ഇല്ല കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ പൊസിഷനിൽ വെച്ചേക്കുന്ന കാരണം അങ്ങനെ തന്നെ ഇരിക്കുന്നതിൽ വീഡിയോ കിട്ടുന്നതാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. തിരിച്ചും മറിച്ചും വയ്ക്കാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകും. ഇപ്പം ഞാൻ ദേ നമ്മുടെ താറാവും കോഴിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഫുഡ് വേസ്റ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ അവർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് തളന്നിടിഞ്ഞ് കയറി വരുന്ന വരക്കമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. പിന്നെ ദേ വന്ന് നിന്ന് അടുക്കളയിലുള്ള യുദ്ധമാണേ. അപ്പോൾ കഞ്ഞിയൊക്കെ അവിടെ തിളയ്ക്കുന്നുണ്ട്. വെള്ളം തിളച്ച് ഞാൻ ഓഫാക്കിയെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ദേ ഷടപടേ എന്ന് പറഞ്ഞ പാത്രം കഴുകി. ഇത് കാണാൻ എന്ത് രസമല്ലേ, വേഗം അങ്ങ് പാത്രം കഴുകി വെക്കുന്നു. എന്തോരം സമയം എടുത്ത് നിന്ന് കഴുകിയ സാധനമെന്ന് അറിയാമോ. ഇങ്ങനെ സ്പീഡിലിടുന്നത് കാണുമ്പോൾ നല്ലൊരു ആത്മസംതൃപ്തി. കാരണം വേഗം എന്തൊക്കെയോ നമ്മുടെ റോബോട്ട് എന്ന് പണിയെടുക്കുന്നതൊക്കെ ഉണ്ട് അല്ലേ. പക്ഷേ ഇത് എന്തോരം പണിയെടുത്ത് എൻ്റെ കാലൊക്കെ കഴച്ച് വിട്ട് പോകുന്നുണ്ടേ. കണ്ടോ, ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞൊക്കെ നിന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ, കാലും കയ്യൊക്കെ. അപ്പോൾ ദേ ഓരോന്ന് എഡിറ്റ് ചെയ്തിട്ട് കിട്ടുന്നുണ്ടോ എന്ന് പോയി നോക്കി എടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഈ വീഡിയോ എടുക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ അങ്ങ് മട്ടിലങ്ങ് തോന്നും. പക്ഷേ വീഡിയോ എടുക്കുന്ന ഒരു വലിയ ടാസ്ക്കാണ് കേട്ടോ. ഈ വലിയ യൂട്യൂബേഴ്സ് ഈ വീഡിയോ എടുത്തിടുമ്പോൾ ഞാൻ വിചാരിക്കും, ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, കണ്ടു തീർന്നപ്പോൾ അങ്ങ് കഴിഞ്ഞു എന്ന് തോന്നി. പക്ഷേ അതിൻ്റെ പിന്നിൽ കുറേ നമുക്ക് എഫേർട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെതായ നമുക്ക് ചെയ്യുമ്പോഴല്ലേ അത് അറിയാൻ പറ്റുള്ളൂ. എൻ്റെ വീട്ടിലെ ഏറ്റവും വലിയ പണിയായിട്ട് ഞാൻ ചെയ്യുന്നത് അലക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഡാഡി പറയുന്ന കണക്ക് അലമാരിലുള്ള തുണി ഉണ്ടെങ്കിൽ ഞാൻ അതും പിറക്കിയെടുത്തിട്ട് അലക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ കലിയുള്ള കാര്യം എന്ന് പറയുന്നത് ഈ പാത്രം കഴുകലാണ്. ഈ പകുതി മുക്കാലും വീഡിയോ ഈ പാത്രം കഴുകലാണ് കേട്ടോ പോകുന്നത്. ഇതിനും വേണ്ടി പാത്രം ഉണ്ടോ എന്ന് ഞാൻ ആലോചിക്കും. കാരണം ഈ പാത്രം കഴിയാലും തീരത്തില്ലെന്ന് എടുക്കും തോറും ഇങ്ങനെ പാത്രം കഴുകിക്കൊണ്ടേയിരിക്കും. എനിക്ക് ഒരു ചെടുപ്പുള്ള ഒരു കാര്യമാണ് ഈ പാത്രം കഴിയലേ നിവൃത്തിയുള്ളൂ. പക്ഷേ ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഒതുക്കി പറക്കി വെക്കുന്നത് കാണുമ്പോൾ അങ്ങനെ തന്നെ ഇരുന്നാൽ എന്താ അല്ലേ സുഖമെന്ന് ആലോചിക്കും. പക്ഷേ നടക്കാത്ത കാര്യങ്ങളാണല്ലോ നമ്മളെല്ലാം ഇപ്പോഴും ഇങ്ങനെ ആശ്പോഷിൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാനൊന്നിങ്ങനെ കഴുകി ഒതുക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. ദേ അപ്പുറത്തേക്ക് പോയ ട്രോഫി ഇപ്പുറം വന്നതാണ് കേട്ടോ കണ്ടത്. കരഞ്ഞില്ല, എന്നാലും അയാൾക്ക് ഉറക്കം വരുന്നെന്നും പറഞ്ഞ് കൊണ്ടുവന്ന് തരുന്നതാണ് കേട്ടോ ദേവു. ഇതാണ് കേട്ടോ ദേവു. ഇത് കുറേ നേരത്തെ പരിപാടിയാണ്, ഞാൻ ഒത്തിരി ലാഗാണ്. അപ്പോൾ ഞാനതാണ് കേട്ടോ സ്പീഡിട്ട് കാണിക്കുന്നത്. അപ്പോൾ അവൻ അവിടെ നിന്ന് ഞാനെന്തോ ഒതുക്കിയൊക്കെ ഇട്ടത് പിന്നെയും പെറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവന് പാട്ടൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പാട്ടിട്ടോ ഇല്ലയൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ഇപ്പുറത്തേക്ക് ദേ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഇനി വേറെ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ഓർത്തിട്ടായിരിക്കണം കേട്ടോ അപ്പുറം കാണിക്കുന്നത്. നോക്കാം എന്താന്ന്. നിങ്ങളുടെ കൂട്ടത്തിൽ കണ്ടുവരികയാണ് കേട്ടോ വീഡിയോസ്.
അപ്പോൾ നമ്മുടെ ഡാവിക്കുട്ടിനെ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആക്കാൻ നോക്കുന്നതാണേ. അപ്പോൾ ആൾ അവിടെ നിന്ന് തുള്ളുന്നത് വേറൊന്നുമല്ല, ഞാൻ സെറ്റ് ബോക്സിൽ പാട്ടിട്ടിട്ടുണ്ട്. സെറ്റ് ബോക്സ് അല്ല, ഹോം തിയേറ്ററിൽ പാട്ടിട്ടിട്ടുണ്ട്. വെള്ളിയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഡാവിക്കുട്ടിനെ ഞാൻ ചില്ലപ്പ് ചെയ്ത് അവിടെ നിന്ന് പാട്ടൊക്കെ. അപ്പം ഞാൻ മമ്മിയും ഡാവിക്കുട്ടിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഇടയ്ക്ക് നിന്ന് ഒരു പരിപാടികളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അയാളുടെ കൂടെ ഡാൻസും കാര്യങ്ങളൊക്കെ കളിച്ച് അയാളെ ഓരോ സ്റ്റെപ്പൊക്കെ പഠിപ്പിക്കുന്നതാണ് കാണുന്നത്. ഇത് മിക്ക ദിവസങ്ങളിലുള്ള കോപ്രായമാണ്. ഇത് നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി ഉണ്ടാകുമ്പോൾ ഈ കളിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. ഡാവിക്കുട്ടിനായിട്ട് കളിക്കുന്നതാണ്. അപ്പോൾ അയാൾ ഒരു തരത്തിൽ നിൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഉറക്കാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്, പക്ഷേ കൈയിരുന്നൊന്നും അങ്ങനെയൊന്നും ഉറക്കത്തില്ല കേട്ടോ. ആളെ ഇനി റൂമിൽ പോയി പാലൊക്കെ കൊടുത്ത് തൊട്ടിയിലൊക്കെ കിടത്തിയാലേ ഉറങ്ങത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആളെ ഞാൻ മാക്സിമം നോക്കി അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. തിരിച്ച് നമുക്ക് നമ്മുടെ ചേട്ടായിനെ വിളിക്കാനുള്ള കോളാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ പുറത്തോട്ട് പോകുന്നത് വണ്ടി വരും കേട്ടോ. അപ്പോൾ വണ്ടി വരുന്നതിന് മുമ്പ് ഒന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ച് തിരക്കും, അല്ലെങ്കിൽ തിരിച്ച് അവരിങ്ങോട്ട് വിളിക്കും കേട്ടോ, നമ്മളെ കണ്ടില്ലെന്നാണെങ്കിൽ. അപ്പോൾ നമ്മൾ വെയിലത്ത് ഓരോ കാര്യങ്ങളൊക്കെ പെറുക്കി ഉണക്കാനൊക്കെ ഇട്ടിട്ടുണ്ട്. വേസ്റ്റൊക്കെ എടുത്ത് താഴെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടായിനെ വിളിക്കാൻ പോകുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഗായ്സ്, നമ്മുടെ വീടിൻ്റെ ബാക്ക് വശമുള്ള വഴിയാണ് കേട്ടോ ഇത്. വീടിൻ്റെ ബാക്കിലത്തെ റോഡാണ്. ഇവിടെയാണ് നമ്മുടെ ചേട്ടായിയുടെ സ്കൂളിലെ വണ്ടി വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അങ്ങനെ വിളിക്കാറുള്ളൂ, കാരണം ഈ നേരം ജോക്കുട്ടൻ ചേട്ടായിയുടെ ബേബി ഉറക്കമായിരിക്കും, അല്ലെന്നാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണം ഞാൻ ഇവിടെ പകുതിക്ക് നിൽക്കാറുള്ളൂ. ഫ്രീ ആണെന്നാണെങ്കിൽ അങ്ങ് വണ്ടിയുടെ അവിടെ വരെ പോയി നിൽക്കും കേട്ടോ. കാരണം ഡാവിക്കുട്ടിനെ എണീറ്റാലൊക്കെ അറിയില്ലല്ലോ, ഈ ടൈം ആരും ഉണ്ടാവത്തില്ല. ഇന്നിപ്പോൾ ഡാവിക്കുട്ടിനെ ഉണർന്നിരിക്കുന്ന കാരണം ഞങ്ങൾ അങ്ങ് വരെ അങ്ങ് നടന്നെത്തുകയാണേ. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ചേട്ടായിയുടെ വണ്ടി വന്ന് ഇറങ്ങുകയാണ്. ചേട്ടായി ഡാവിക്കുട്ടിനെ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഓടി വരുന്നതാണ് കാണുന്നത്. അപ്പം വീഡിയോ കണ്ടാകുമ്പോൾ ഒന്ന് സ്റ്റക്കാവും കേട്ടോ ആൾ. വീഡിയോ എടുക്കുകയാണോ മമ്മി എന്നൊക്കെ ചോദിച്ച്. എന്നിട്ട് ഞാൻ അവൻ്റെ കയ്യിൽ തന്നെ അങ്ങ് ഫോൺ കൊടുത്തു കേട്ടോ. അപ്പോൾ വെയിലായതുകൊണ്ട് എനിക്ക് രണ്ടുപേരെയും വീഡിയോ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവന് കൊടുത്തിട്ട് അവൻ എടുക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും സുനിതാൻ്റെ വന്നെന്ന് വർത്താനം പറയാം. അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുനിതാൻ്റെ പറയുന്നത് എന്നാൽ ഞാൻ പോന്ന് എന്നും പറഞ്ഞ് സ്ഥലം വിടുന്നതാണ് കാണുന്നത്. അപ്പോൾ പൊക്കത്ത് ദൈവം നിൽപ്പുണ്ടായിരുന്നു. അവക്കടുത്തും വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളത് നൈസിന് വീട്ടിൻ്റെ അകത്തോട്ട് കയറി കേട്ടോ. ഈ വെയിലത്തോട്ട് ഇറങ്ങിയിട്ട് തിരിച്ചങ്ങോട്ട് കയറി വരുമ്പോൾ എന്തൊന്നില്ലാത്തൊരു ചൂടാണേ. ഞാൻ ഡാവിക്കുട്ടനെയും കൊണ്ട് 2-3 മിനിറ്റിലധികം കൂടുതൽ അവിടെ നിൽക്കും കേട്ടോ. അപ്പോൾ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ടയേർഡായി അങ്ങ് ഇരുന്ന് പോയതാണേ കണ്ടത്. അപ്പോൾ ഡാവിക്കുട്ടൻ എന്നെ ആ സ്റ്റാൻഡ് എടുത്ത് വെച്ചിട്ട് എന്നെ അമ്പാന്ന് പറഞ്ഞ് അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് സ്ഥിരം കലാപരിപാടിയാണ്. ഈ സ്കൂൾ വന്നു കഴിഞ്ഞ് ചേട്ടായിക്ക് എന്തെങ്കിലും ഒന്ന് തണുത്തത് എന്തെങ്കിലും വേണം കേട്ടോ. മിക്ക ദിവസങ്ങളിലും നാരങ്ങ വെള്ളമാണ്, അല്ലെങ്കിൽ വാട്ടർമെലൺ ഉണ്ടെന്നാണെങ്കിൽ ഞങ്ങൾ, അതായത് നമ്മുടെ തണ്ണിമത്തങ്ങ ഉണ്ടെന്നാണെങ്കിൽ അതടിച്ച് കുടിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല ഭാഗ്യമുണ്ട്. ഈ വീഡിയോ എടുക്കാൻ വന്നപ്പോഴേക്കും പതിവ് കാര്യങ്ങളെല്ലാം തന്നെ തെറ്റി കേട്ടോ. നമ്മുടെ ഡാവിക്കുട്ടിന് ഉറങ്ങിയില്ല, നാരങ്ങയും വാട്ടർമെലൺ ഒന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും അതിന് ജ്യൂസ് കൊടുക്കണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പാലെടുത്ത് നമ്മൾ ബൂസ്റ്റുമായിട്ട് ഒരു സംഭവം അടിക്കുകയാണേ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരാൾ നിന്ന് കാലി പിടിക്കുന്നതാണേ. ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അവൻ എന്നെ വന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തോണ്ടി മമ്മീന്ന് പറഞ്ഞ് വിളിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ജ്യൂസൊക്കെ അടിച്ചു. അപ്പോൾ ചേട്ടായി വന്ന് നിൽക്കുമ്പോൾ ചേട്ടായിക്ക് കൊടുക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ചേട്ടായി ആദ്യം ഈ കൊള്ളൂല സാധനം എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് വെച്ചിട്ട് പോയി. പിന്നെ ഒന്നും കൂടി ഒന്ന് കുടിച്ച് നോക്കടാ. ആ പദം വന്ന് ഇങ്ങനെ ഫ്രണ്ടിൽ നിന്നപ്പോൾ ആക്കങ്ങനെ ഇഷ്ടമായില്ല. പക്ഷെ കുടിച്ചു കഴിഞ്ഞപ്പം ഒരു രക്ഷയില്ല അമ്മ, സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് രണ്ടാമത് ഒഴിച്ചു. രണ്ടാമത്തെ ഗ്ലാസ്സും കുടിക്കുന്നതാണ് കാണുന്നത്. ഞങ്ങൾ ഓരോ ഗ്ലാസ് വീതവും കുടിച്ചു കേട്ടോ. അപ്പോൾ സൂപ്പർ സാധനമാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്ക്, മസ്റ്റ് ട്രൈ ആണ്. ഒന്നും ഇല്ലായിരുന്നപ്പോൾ പെട്ടെന്ന് കാണിച്ചു കൂട്ടിയ ഒരു ഐഡിയയിൽ അതിൻ്റെ സ്നേഹപ്രകടനമാണ് ഈ കാണുന്നത്. അത് ഒത്തിരി ഇഷ്ടപ്പെട്ട ആക്കുക. അപ്പം ഇനിയും വേണം മമ്മി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഒരു ഗ്ലാസ് കുടിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ പോയി ഇരുന്ന് ഇനി കഥ കേൾക്കലാണ് കേട്ടോ. ഇനി ഓരോ വിശേഷങ്ങളും കാര്യങ്ങളും അവൻ പറയുമ്പോൾ ഞാൻ ചെവി കൊടുക്കും കേട്ടോ. അത് കേൾക്കാൻ ഒത്തിരി ഇഷ്ടമാണ് എനിക്ക്. ചില നേരങ്ങളിൽ ആൾ മൂടനുസരിച്ച് പറയത്തില്ല കേട്ടോ. അപ്പം ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ടതായിട്ട് വരും, എന്തായിരുന്നു ഇവിടെ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. പക്ഷേ ഇന്ന് ആൾ വാതോരാതെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞത്, ഈ യൂണിഫോമൊക്കെ മാറി ആൾ പുറത്തേക്ക് പോവും. ഇനി ഷൂ റാക്കിലൊക്കെ ഷൂ എടുത്ത് വയ്ക്കും. ആരും ഇല്ല എന്നാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് കേട്ടോളും കേട്ടോ. പക്ഷെ പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നാണെങ്കിൽ ആളെന്തെങ്കിലും പറയുമ്പോൾ അയാൾ കമാൻഡ് ചെയ്യുന്നതൊക്കെ തോന്നുന്നത് കൊണ്ട് ായിരിക്കാം ആൾ കേൾക്കില്ല കേട്ടോ. ഇപ്പോൾ ഷൂ റാക്കിലൊക്കെ തന്നെ ഷൂ എടുത്ത് വയ്ക്കും. അതേപോലെ തന്നെ നമ്മുടെ ബാഗിൽ നിന്ന് ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും എടുത്ത് വെക്കും. യൂണിഫോമൊക്കെ വാഷിംഗ് മെഷീനിൽ കൊണ്ടിടും.
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചേട്ടായി ചെയ്യും കേട്ടോ. പക്ഷെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഷോ കാണിക്കലാണേ. അപ്പോൾ ചീടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നവൻ ചെയ്യത്തില്ല. അപ്പം ഞാനങ്ങ് ശശിയായി പോവും. പക്ഷേ ഇന്ന് എന്തായാലും ആൾ ചെയ്തു. അങ്ങനെ ഞാൻ നിന്ന് പോയി ഇന്ന് അടുത്ത കലാപരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഇപ്പോൾ എന്തായാലും ആൾ ജ്യൂസൊക്കെ കുടിച്ചിരിക്കുന്ന കാരണം ഇത്തിരി നേരം കഴിഞ്ഞിട്ടേ കഴിക്കത്തുള്ളൂ. അപ്പോൾ ഞങ്ങളങ്ങനെ അപ്പോൾ ഞാൻ എൻ്റെ ഒരുവിധം പണിയും കാര്യങ്ങളും ഈ പാത്രം കഴുകി ഒതുക്കുന്നതാണ് ഗൈസ് ഏറ്റവും വലിയൊരു ടാസ്ക്. അത് ഞാൻ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ താഴെ കഴുകിയതൊക്കെ ഒതുക്കി വെക്കുന്നതാണേ കാണുന്നത്. അപ്പോൾ ഈ ജ്യൂസ് കുടിച്ച പാത്രമൊക്കെ കഴുകി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ കംപ്ലീറ്റ് കാര്യങ്ങളും കഴുകി ഒതുക്കി സ്ലാബ് ഫ്രീ ആകുമ്പോൾ തന്നെ എനിക്കൊരു സംതൃപ്തിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഡാവിക്കുട്ടൻ്റെ നൈസിന് വന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഡാവിക്കുട്ടനൊന്ന് തിരഞ്ഞു വരും കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്ന് നമ്മുടെ ഡാവിക്കുട്ടനെ ഉറക്കുന്നത് ഇതൊരു 1 മണിക്കത്തെ പർപ്പസാണ്, പ്രോസസ്സാണ്. ഇങ്ങനെ ആട്ടി സാവധാനം അവനങ്ങനെ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഇത് നമ്മുടെ തൊട്ടിയൊക്കെ ഞാൻ മാറ്റി. അപ്പോൾ അതൊക്കെ ഞാൻ മടക്കിയെടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ഇടയിൽ നമ്മുടെ ഡാവിക്കുട്ടനെ ഇങ്ങനെ അലമാരിയൊക്കെ തുറന്ന് കിടക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണുകയെന്നാണെങ്കിൽ ഇങ്ങനെ വലിച്ചിട്ടുണ്ട് പോകും കേട്ടോ. അപ്പോൾ ഞാൻ തൊട്ടിയുടെ തുണി നമ്മുടെ ഡാവിക്കുട്ടന് മുണ്ട് കെട്ടിയിട്ട് ആ തൊട്ടിയുടെ തുണി എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെയിലത്തോട്ടൊക്കെ ഇടാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഇത് നമ്മുടെ ഈ മൂത്രമൊക്കെ ഒഴിക്കാകുമ്പോൾ വെടി വീഴാതിരിക്കുന്ന ഡ്രൈ ഷീറ്റാണ്. ഇത് നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിയുടെ സമയത്തുള്ളതാണ് കേട്ടോ. അത് മാറ്റാനായി ലീക്കാവാറായി. അപ്പോൾ പുതിയതൊക്കെ ഓൺലൈനിൽ നിന്ന് വാങ്ങണമെന്നൊക്കെ ഞാൻ ഡാഡി അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അപ്പം ഡാവിക്കുട്ടൻ ഉറങ്ങിയപ്പം ഈ റൂമിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഇത് ഇങ്ങനെ വലിച്ചു വാരി ഇട്ടേക്കുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് അതങ്ങ് ഒതുക്കലാണേ. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ കൈയോടെ ചെയ്തു. പിന്നെ അവിടെ അങ്ങനെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പണിക്ക് പോയാൽ പിന്നെ ആ പരിസരത്തോട്ട് വരത്തില്ല കേട്ടോ. അവിടെ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അത് കാരണം കംപ്ലീറ്റ് ചെയ്ത് മാറ്റുന്നതാണ്. ഇത് ഞാൻ തൊട്ടി അഴിക്കുന്നതാണ് കേട്ടോ കണ്ടത്. തൊട്ടിക്ക് വേണ്ടിയിട്ട് കെട്ടിയതായിരുന്നേ. അപ്പോൾ അതെന്തോ ഒരു കവറും കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെ അവിടെ നിന്ന് എടുത്ത് കുമ്പിട്ട് എടുക്കണ്ടേന്ന് ഓർത്തിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ വെച്ചു കേട്ടോ. അപ്പോൾ ഈ തൊട്ടിയൊക്കെ ഞാൻ അഴിക്കുന്നുണ്ട് നിന്ന്. എന്ത് പറ്റിയെന്നറിയില്ല, ഞാൻ അവിടെ നിന്ന് ആ സൈഡൊക്കെ അവിടെ നിന്ന് തൂക്കുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് അറിയില്ല. എനിക്കൊന്നും അവിടെ എന്തെങ്കിലും കാലി ചവിട്ടിയപ്പോൾ എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അൽഗുലത്ത് അവിടെ ഉണ്ടായിട്ടുണ്ടാവും. അത് കാരണം നിന്ന് എന്തോ തപ്പിയിട്ട് അവിടെ നിന്ന് ആ റൂമും അങ്ങ് തൂത്തൊന്ന് കണ്ണി കിട്ടുന്ന അല്ലെങ്കിൽ കൈ തട്ടുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് തൂത്തെടുത്തുകൊണ്ട് പോകുന്നതാണേ. അപ്പോൾ ഞാൻ മനസ്സിൽ ഓർക്കുന്നുണ്ട് പിന്നെ ഒന്ന് കഴിയുമ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി ഒന്ന് തൂത്തിട്ട് തുടച്ചൊക്കെ ഇടണമെന്ന്. പക്ഷെ നടക്കോ ഇല്ലയോ നമുക്ക് കണ്ടറിയാം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഓരോ സാധനങ്ങൾ ഇവന്മാർ സൈഡ് ഇതൊക്കെ എനിക്ക് എപ്പോഴും ഉള്ള ടാസ്ക്കാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇതിപ്പോൾ എനിക്ക് ജനാല തുറക്കാൻ വയ്യാത്ത നിവൃത്തിയാണേ. മുമ്പ് നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി ആയിരുന്നു കേട്ടോ. ഈ ജനാലയൊക്കെ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ സാധനങ്ങളെടുത്ത് അപ്പുറത്തിടും. എന്നിട്ട് അത് നമ്മൾ സൺസൈഡിൻ്റെ അവിടെ പോയോ അല്ലെങ്കിൽ ആ ഒരു പാത്തി ഉണ്ടാവില്ലേ അവിടെ പോയി ഓരോ കാര്യങ്ങൾ പിറക്കിയെടുക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നമ്മുടെ ഡാവിക്കുട്ടനും തുടങ്ങി കേട്ടോ. പക്ഷെ അതൊക്കെ ഒരു രസമാണ് കേട്ടോ. പിന്നീട് നമുക്ക് ഓർത്തിരിക്കാനുള്ള രസം. എൻ്റെ പുതിയ സ്ലൈഡൊക്കെ എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ജോക്കുട്ടൻ ചേട്ടായി ഞാനിരുന്ന് കരഞ്ഞ സീനൊക്കെ ഉണ്ട് കേട്ടോ. കാരണം അന്ന് ഈ ഒരു 24 വയസ്സൊക്കെ ഉണ്ടായിരുന്നു കാണും. അപ്പോൾ അന്നൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ ഇൻമെച്ചോർഡാണ്. ഇപ്പോഴും മെച്ചോർഡാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടോ. അപ്പോൾ അത് എന്നെ അറിയുന്നവർക്ക് പേഴ്സണലി അറിയാം എനിക്കിപ്പോഴും മെച്യൂരിറ്റി എന്ന് പറഞ്ഞ സാധനം ഇല്ലയെന്ന്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. ഞാൻ മെച്യൂർഡായി 2 മക്കളുടെ അമ്മയാണ് എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ഡാഡി എന്നെ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഓർത്ത് ഞാൻ പണ്ട് കരയുമായിരുന്നു. പുതിയ സ്ലൈഡ് എന്തോ വാങ്ങിച്ചിട്ട് ജോക്കുട്ടൻ ചേട്ടായി ഇങ്ങനെ ജനാലയുടെ സൈഡിൽ കൂടി കളയി എടുക്കുകയോ അങ്ങനെ എന്തൊക്കെയോ കരഞ്ഞ സമയമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ഡാവിക്കുട്ടിനിങ്ങനെ ഞാൻ എന്ത് പറഞ്ഞപ്പോഴാണ് ഇത് പറഞ്ഞത്, ജനാല തുറന്നിടാൻ സമ്മതിക്കത്തില്ല കേട്ടോ. ജനാല തുറന്നിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അവൻ എന്തെങ്കിലുമൊക്കെ അപ്പുറം എടുത്തിടും. അപ്പോൾ അത് കാരണം ഇപ്പോൾ ജനാല നമുക്കൊന്ന് എയറും വെളിച്ചമൊക്കെ കയറാൻ വേണ്ടി ഞാൻ എപ്പോഴും തുറന്നിടുമായിരുന്നേ. അപ്പോൾ അത് ഈ റൂമിലെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ആ ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് കഴിഞ്ഞപ്പോൾ സമാധാനമായി. ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെയിലത്തിടാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു കേട്ടോ. നിങ്ങളുടെ കൂട്ടത്തിൽ കാണുമ്പോഴാണ് ഞാൻ ഓരോന്ന് കാണുന്നത് തന്നെ. കാരണം നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങൾ പിന്നീട് ഓർക്കണമെന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു വോയിസ് ഓവർ ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ കാണുമ്പോൾ അങ്ങ് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. ചേട്ടാ ഈ സ്കൂളിൽ ഇത്തിരി നേരം അടങ്ങിയിരുന്നതല്ലേ, അപ്പോൾ അവൻ ഇന്നറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിന് കോപ്പിറൈറ്റ് കിട്ടണ്ടെന്നും പറഞ്ഞ് ഞാനങ്ങ് ബ്ലർ ചെയ്ത് കാണിക്കുന്നതാണേ. അപ്പോൾ ചേട്ടായി അവിടെ സ്പ്രിംഗ് പെട്ടി കിടന്ന് നല്ല കുതിരയെ കിടന്ന് കളിയാണ് കേട്ടോ. അപ്പോൾ ഈ ഡാവിക്കുട്ടൻ ചേട്ടായി വന്നിരിക്കുന്ന സമയത്താണ് കേട്ടോ ഉണർന്നിരിക്കുന്നേ. ഇന്നിപ്പോൾ അവൻ പതിവ് തെറ്റി അങ്ങ് ഉറങ്ങിയത് കാരണം ചേട്ടായിക്ക് കളിക്കാൻ കമ്പനിയില്ല. അല്ലെങ്കിൽ 2 പേരും കൂടിയാണ് കേട്ടോ കളി. ഈ നേരം ആകുമ്പോൾ അവൻ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നതാണ്. ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല. ഞാൻ വീഡിയോ എടുക്കുന്നത് അറിഞ്ഞതുകൊണ്ടിട്ടാണ്, എന്നെക്കൊണ്ടൊരു പണി എടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. അവനിന്ന് ഉറങ്ങിയില്ല കേട്ടോ. എന്തോ കുഞ്ഞിന് ഉറക്കം വരാഞ്ഞായിരിക്കും. അപ്പോൾ ഞാൻ ആ റൂം ഒതുക്കിയിട്ട് അവിടെ നിന്നുള്ള സാധനങ്ങളൊക്കെ വെയിലത്ത് ഉണക്കാനിട്ടിട്ട് ഒന്ന് വെയിൽ കുളിക്കാനൊക്കെ ഇട്ടു കേട്ടോ തലങ്ങണിക്ക്. അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. ഞാനങ്ങ് കരിഞ്ഞു പോയി കേട്ടോ. ഇനി കരിയാനൊന്നും ഇല്ലാത്തത്
കൊണ്ട് ഒന്ന് ഇത്തിരി നേരം വെയിൽ കൊണ്ടപ്പോൾ തന്നെ തല അങ്ങ് കിറങ്ങി കേട്ടോ. അപ്പം നമ്മൾ വെയിലത്ത് നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ കണ്ണ് കാണത്തില്ലല്ലോ. അപ്പം ഞാൻ ആ സാധനം എവിടെയും തപ്പിപ്പിറക്കിയൊക്കെ അടിച്ച് ആ റൂമിൽ നിന്ന് പുറത്ത് ഇറക്കിയ സാധനങ്ങളൊക്കെ അങ്ങ് അടിച്ച് വാരി കൈയോടെ അങ്ങ് വേസ്റ്റിംഗ് കവറിൽ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒത്തിരിയൊക്കെ മുടിയൊക്കെ കൊഴിയുന്ന കാരണം ഈ ചൂലിലൊരു ഉപകാരമുണ്ട് കേട്ടോ. മുടിയെല്ലാം അങ്ങ് കയറി പിടിക്കും. അപ്പോൾ ഞാൻ ആ മുടിയൊക്കെ അങ്ങ് പുറത്തോട്ട് കൊണ്ടുപോയി കളഞ്ഞിട്ട് തിരിച്ച് വന്ന് ആ ചവിട്ടിയൊക്കെ അവിടെ കിടക്കുകയാണെങ്കിൽ ചവിട്ടി പൊട്ടിക്കും കേട്ടോ നടക്കുന്ന വഴി. അപ്പോൾ അതൊക്കെ എല്ലായിടത്തും ഒതുക്കി വെച്ചിട്ട് ഇനി എന്തോ അച്ചറ കുച്ചറയൊക്കെ ഒതുക്കി സ്ലാബൊക്കെ കഴുകി പിന്നെ എന്തൊക്കെ കഴുകി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കഴുകി കഞ്ഞിയൊക്കെ വാർക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ജോക്കൂട്ടൻ ചേട്ടായി അതിൻ്റെ ഇടയിൽ ബാഗിൽ നിന്ന് ടിഫിൻ ബോക്സും കാര്യങ്ങളും വാട്ടർ ബോട്ടിലൊക്കെ എടുത്തുകൊണ്ടൊന്ന് വെക്കും കേട്ടോ. അപ്പോൾ അവനോട് അത് പറഞ്ഞിട്ടുള്ളത് കാരണം അതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ കൈയോട് അങ്ങനെ തന്നെ കഴുകി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ നാളെ ആകുമ്പോൾ ആ നേരം ഇതിപ്പോൾ കഞ്ഞി തിളച്ച് അവിടെ മറിഞ്ഞ് വീണേക്കുന്നത് അങ്ങനെ തന്നെ കൈയോട് തുടച്ച് മാറ്റുന്നതാണ്. അല്ലെങ്കിൽ അവിടെ പിന്നെ അതവിടെ കിടന്നു കഴിഞ്ഞാൽ പിന്നത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇരട്ടി പണിയാവും. അപ്പോൾ അതൊക്കെ അങ്ങ് കഴുകണം. അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറ്റേ വെള്ളാട്ടപ്പോക്കര് പോകുന്ന കണക്ക് ഓരോ ആളുകൾ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീനും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ നമുക്കത് എടുക്കാൻ പോകാൻ പറ്റില്ല കേട്ടോ. കാരണം ഡാഡി റെഡി ആയിട്ടൊക്കെ വരുമ്പോൾ നേരം അപ്പോൾ ഞാൻ എന്തെങ്കിലും പിള്ളേർക്ക് തട്ടിക്കൂട്ടി സെറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം തട്ടിക്കൂട്ടി എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ഉച്ചക്കത്തേക്ക് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും വൈകുന്നേരത്തേക്ക് എടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിരിക്കുകയാണേ. അങ്ങനെ ഇപ്പോൾ 2 നേരം കറി വെക്കും. നമ്മൾ ഉച്ചക്കത്തേക്ക് എന്തെങ്കിലും കഴിച്ചു വെക്കുകയെന്നാണെങ്കിൽ രാത്രിത്തേക്ക് നമ്മൾ പിന്നെയും പണിയെടുക്കേണ്ടി വരത്തില്ല. പക്ഷേ ഉച്ചക്കത്തേക്ക് ചില നേരങ്ങളിൽ നമുക്കിങ്ങനെ ലാഗ് അടിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പിന്നീടത്തേക്കായിരിക്കും കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി 2 നേരം അടുക്കളയിൽ കയറേണ്ട അവസ്ഥ വരാറുണ്ട്. അതൊക്കെ എനിക്കൊരു ഇച്ചിരി മടിയുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഉച്ചക്കത്തേക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രാത്രിത്തേക്ക് ഉണ്ടെന്നാണെങ്കിൽ വൈകുന്നേരം കുട്ടന്മാർക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് അടുക്കളയിൽ കയറി ചെയ്ത് കൊടുക്കാം. അങ്ങനെ അടുക്കളയിൽ കയറാതിരിക്കാറില്ല, എന്തെങ്കിലും കുക്ക് ചെയ്യാൻ കയറാം. പക്ഷേ ഈ 2 നേരം കയറുമ്പോഴാകുമ്പോൾ ഇടയ്ക്കത്തെ സ്നാക്സിൻ്റെ കാര്യങ്ങൾ ഇടങ്ങേറാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇതെല്ലാം ഒരുവിധം സമയം എടുത്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ അത്രയും ലാഗ് അടിച്ച് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇട്ടേച്ച് പോവും വീഡിയോ കാണാം. കാരണം നിങ്ങൾക്ക് കണ്ടങ്ങ് ലാഗിൽ അങ്ങ് കാണുമ്പോൾ അങ്ങ് ബോറടിക്കുക. കാരണം ഞാൻ മാക്സിമം സ്പീഡ് കൂട്ടിയിട്ടാണ് എടുത്തത്. അങ്ങനെ ഞാൻ മോരെന്തോ കാച്ചി ഉണക്കയൊക്കെ എന്തുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ശരിയാക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ വാതിക്കയിൽ. അപ്പം മുട്ടക്കറിയൊക്കെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. അപ്പം ഞാനത് ആ രസമൊക്കെ എന്തോ ടേസ്റ്റ് ഉപ്പൊക്കെ നോക്കി ഉപ്പ് കുറവായിരുന്നു, അതൊക്കെ ഇടുകയാണ് കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ പെട്ടെന്ന് ഈ ഡാവിക്കുട്ടിന് ഉറങ്ങാതാവുമ്പോഴും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കിടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി വേഗം കാണിക്കും കേട്ടോ. കാരണം ഡാഡിക്ക് മുട്ടക്കറിയും മോരിയാറും അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഡാഡി ഇവിടെ ഇല്ല കേട്ടോ. ഡാഡി വന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ. അപ്പം ഞങ്ങൾക്കുള്ള പരിപാടിയൊക്കെ ആക്കി ഒരുവിധം സെറ്റാക്കി. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ ആലോചിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഉണക്ക 2-3 ഉണ്ടാണ്. ഇപ്പോൾ ജോക്കുട്ടൻ ചേട്ടായിക്ക് ഉണക്കയൊക്കെ ഉണ്ടെന്നാണെങ്കിൽ ചോറ് അങ്ങനെ കഴിക്കും കേട്ടോ. കുട്ടൻ നമ്മുടെ അമ്മ തന്നെ ഉണക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഉണക്ക വേഗം നിന്ന് ശരിയാക്കുകയാണ്. അപ്പോൾ നിന്ന് ശരിയാക്കാമെന്ന് ഓർത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് കാലങ്ങ് കഴിക്കും. കാരണം ഒത്തിരി നേരമായില്ലേ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഒരുത്തൻ TV ഇട്ടിട്ട് വെച്ചിട്ട് അവൻ റൂമിൽ പോയി നിന്ന് കളിക്കുകയാണ്. അവിടെ സ്പ്രിംഗ് ബെഡ് ആയതുകൊണ്ട് ഇങ്ങനെ ചാടി കളിക്കുമ്പോൾ ആക്കൊരു രസമാണ്. മറ്റേ പച്ചക്കുതിരി ചാടുന്ന കണക്ക് ചാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി അപ്പുറം. അപ്പോൾ ഇത്തിരി നേരമൊക്കെ കഴിയുമ്പോൾ തന്നെ ഡാവിക്കുട്ടൻ എണീക്കുകയും ഡാവിക്കുട്ടൻ ഇപ്പോൾ അധികം നേരം അങ്ങനെ പകൽ കിടക്കാറില്ല. ആൾ മിക്കപ്പോഴും കയ്യിലാണ്. പക്ഷേ ഇന്ന് ഉറക്കം ശരിയായില്ലെങ്കിൽ ആൾക്ക് എല്ലാം അങ്ങ് മൂഷാട്ടയായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ്. ഞാൻ ഉണക്ക പകുതിയാക്കുന്നതിന് മുമ്പേ തന്നെ ആൾ അങ്ങ് എണീറ്റു കേട്ടോ. പിന്നെ അവനെയും കൊണ്ടിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. ചേട്ടായിയുടെ കൂടെ അങ്ങ് ഒരു മൂഡ് അനുസരിച്ചിരുന്നേ കളിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലിരുന്നിട്ട് അതും ഇതൊക്കെ കാണുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ആൾ. അപ്പം ഞാൻ ചേട്ടായി അടുത്ത് മാക്സിമം കൊണ്ടിരുത്താനൊക്കെ നോക്കും. പക്ഷെ ചേട്ടായി നോക്കുകയോ ഇല്ലെന്ന് നമുക്ക് കണ്ടറിയാം കേട്ടോ. കാരണം എനിക്ക് ഈ വീഡിയോ കാണുമ്പോഴാണ്, നിങ്ങളെപ്പോലെ തന്നെ ഞാൻ എഡിറ്റിംഗ് സമയത്ത് എന്താ ചെയ്ത് വീഡിയോ എടുക്കുമ്പോഴാണ്, ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോഴാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ കുക്കിംഗ് വീഡിയോ ഒന്നും വലിയ രീതിയിൽ കാണിക്കുന്നില്ല കേട്ടോ. കാരണം ഒന്നാമത് നമ്മൾ ലേറ്റാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ ആൾ വിശക്കുന്നില്ല ജ്യൂസ് കുടിച്ച കാരണം. എന്നാലും അവൻ ആ സമയത്ത് കൊടുത്തില്ലെന്നാണെങ്കിൽ ഇനി കിടന്ന് ഉറങ്ങാനും ലേറ്റ് ആവും കേട്ടോ. അപ്പോൾ ട്യൂഷൻ ക്ലാസ്സിൽ പോകുമ്പോൾ ഉറക്കം ശരിയായില്ലെന്നാണെങ്കിൽ അവിടെ പോയിരുന്ന് ഉറക്കം തൂങ്ങും പരാതിയാണേ. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങ് വേഗം അങ്ങ് ലാഗടിക്കാതെ അങ്ങ് ചെയ്യുകയാണ്. അപ്പോൾ കുക്കിങ്ങും ഒക്കെ കാണിക്കാൻ നിൽക്കുകയാണെങ്കിൽ വേറൊരു ദിവസം നമ്മൾ കുക്കിംഗ് വീഡിയോ ഒക്കെ അല്ലാണ്ട് ഷോർട്സിലും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ നിന്ന് കാണിക്കാൻ നിൽക്കുക. അപ്പോൾ കൈയോടെ തന്നെ എന്തെങ്കിലും സവാളയൊക്കെ അരിയാൻ അപ്പം തന്നെ കിറ്റിലിടുന്നുണ്ട്. പാത്രവും കഴുകി വെക്കുകയാണ്. കാരണം ഇനി പാത്രം കഴുകാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ കിടക്കും, ലാഗാവും. അപ്പോൾ അത് കാരണം വേഗം അങ്ങ് അതൊക്കെ അങ്ങ് കൈയോടെ അങ്ങ് കഴുകി വെക്കുകയാണ് കേട്ടോ. ഇപ്പുറത്തേക്ക് ഉണക്കി ഇട്ടിട്ടാണ് നിന്ന് കേട്ടോ ചെയ്യുന്നത്.
അപ്പോൾ ഈ ഡാഡി റെഡി ആയി കഴിഞ്ഞപ്പോഴേക്കും അമ്മാമ്മയുടെ എടുത്തു വെച്ച് രാവിലെ പറഞ്ഞ മീൻ ഇപ്പോൾ ഡാഡി പോയി എടുത്തിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് സായി മമ്മി ഞങ്ങൾ കൊല്ലത്ത് പോയപ്പം ജോക്കുട്ടൻ ചേട്ടായിക്ക് എന്തെന്നാണ് ഇലക്ട്രിക് ബ്രഷോ പിന്നെന്തോ ഒരു വേറെന്തോ സാധനവും കൂടി ഉണ്ട് കേട്ടോ. ഈ നമ്മൾ ചൂട് പിടിക്കുന്ന സാധനമില്ലേ, അതെന്തൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. പിന്നെ അവിടുന്ന് പച്ചക്കറി വരുന്ന വഴി അമ്മാമ്മ കൊടുത്തു വിട്ടെന്നും പറഞ്ഞു അതും പിന്നെ മീനൊക്കെ കൊണ്ടുവന്നു. ഇപ്പോൾ ഇത് ഇലക്ട്രിക് ബ്രഷാണ് കേട്ടോ. രണ്ടും കൂടി തല്ലി പിടിക്കുന്നതാണേ കാണുന്നത്. ഞാൻ ഡാവിക്കുട്ടൻ്റെ കയ്യിൽ ഒരു ക്യാരറ്റ് എടുത്ത് കൊടുത്തായിരുന്നു, അതും പിടിച്ച് നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്ന് ഓർത്തു. അപ്പോൾ ആ ഇലക്ട്രിക് ബ്രഷ് എങ്ങനെയാണ് മമ്മി അത് ബാറ്ററിയൊക്കെ ഇടണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുകയാണ് കേട്ടോ ആൾ. അപ്പോൾ ഈ ചൂട് പിടിക്കുന്ന എന്തോ സാധനമാണ് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു പൗച്ചിലൊക്കെ ആയിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പക്ഷേ ഇത് നമ്മുടെ നോർമലി ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ആ ഒരു ചൂട് പിടിക്കുന്ന സാധനം, പക്ഷേ ആ കവറിൽ വന്നപ്പോൾ ഇത്തിരി ഒരു ഹൈലൈറ്റ് ആയെന്ന് മാത്രം. അപ്പോൾ അതൊക്കെ കാണിച്ചിട്ട് ചേട്ടായി അവിടെ നിന്ന് ഞാനപ്പോൾ ഇതും എടുത്തങ്ങനെ ഇടയ്ക്കൊന്ന് കാണിച്ചിട്ട് അങ്ങ് പോയി കേട്ടോ. അപ്പോൾ ചേട്ടായി അവിടെ നിന്ന് ആ ഇലക്ട്രിക് ബ്രഷ് തന്നെ ഇങ്ങനെ കാണിച്ചിരിക്കുകയാണ്. ആൾക്ക് പല്ല് തേച്ചോളാൻ വയ്യാണ്ടിരിക്കുകയാണ് കേട്ടോ. അതേപോലെ നമുക്ക് കൊല്ലത്തിന് ആൻഡ് നമുക്ക് ബ്രഷ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഐറ്റം കാണിച്ചു തരാമേ. ഇതാണ് ഐറ്റം ഇലക്ട്രിക് ബ്രഷ്. അതില്ല അപ്പോൾ ഈ അപ്പനും മോനും പോയി അമ്മാമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടുവന്ന ചൂരയൊക്കെ എന്തോ കട്ട് പീസാണ് അമ്മ കൊടുത്തു വിട്ടതാണൊക്കെ ക്ലീനാക്കി. അപ്പോൾ അത് ഞാൻ ഇതിന് വൈകുന്നേരത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. കാരണം ഇനി നിന്ന് ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ പിന്നെ ലാഗാവും. അപ്പം കുട്ടന്മാർക്ക് ഫുഡ് കൊടുക്കാൻ ലേറ്റ് ആവും. അപ്പോൾ ഞാൻ ഓർത്തു അവന്മാർക്ക് അത്യാവശ്യം കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വെള്ളം നിറച്ചൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ ചോറൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരാൾ ഇലക്ട്രിക് ബ്രഷിൽ ഇപ്പോൾ പല്ലിയേക്കട്ടെ എന്ന് ചോദിച്ച് നിൽക്കുന്നതാണേ. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് കൊണ്ടുവെക്കി രാവിലെ അല്ലെങ്കിൽ രാത്രി കിടക്കാൻ നേരമ്പോൾ പല്ലിയേക്കാടാന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് കാണിക്കുകയാണെ. അപ്പം അതിനകത്ത് ബാറ്ററി ഇട്ടോളാൻ വയ്യ, ഡാഡി എടുത്ത് വിളിച്ച് പറയണം ബാറ്ററി കൊണ്ടുവരണം. എന്തെങ്കിലും സാധനം കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കണക്ക് തന്നെയാണ് കേട്ടോ. ഭയങ്കര കുരുകുരുപ്പാണേ. അത് അവൻ ചെയ്യുന്നവരെ ഭയങ്കര ഒരു സമാധാനക്കേടാണ്. അതൊക്കെ ഇവിടുന്നാണ് കേട്ടോ. ഞാൻ എന്നെ തന്നെയാണ് അവനിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കും. അപ്പോൾ ഈ കുട്ടന്മാർക്ക് ചോറ് എടുക്കുകയാണ് കേട്ടോ. അപ്പം ഡാവിക്കുട്ടൻ ഇനി ടാസ്ക് ആയിരിക്കും. അവന് കഴിക്കുന്നതും അവ പാല് കുടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആ പാലും കുടിച്ചങ്ങനെ നടക്കും കേട്ടോ. അയാൾക്കത് മതി. അപ്പം ഞാൻ മുട്ടക്കറിക്ക് എന്തൊക്കെയോ നോക്കുന്നുണ്ട് കേട്ടോ. മണമുണ്ടോയെന്നോ രുചിയുണ്ടോയെന്നൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയോ എടുത്തിട്ട് വരുന്നതാണേ. നിങ്ങളെ കാണിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ പ്ലേറ്റ് അച്ചാറാണ്, അത് മണത്ത് നോക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഞാൻ തുണി അലക്കിയാലും ഇങ്ങനെ മണത്ത് നോക്കും കേട്ടോ. കാരണം സ്മെല്ലൊക്കെ മാറിയോ നല്ല മണം ആയോ എന്നൊക്കെ നോക്കും കേട്ടോ. അപ്പോൾ ഞാൻ അടുക്കളയൊക്കെ ഓഫ് ചെയ്ത് പ്ലേറ്റുമായിട്ട് ഹോളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും കറികളുണ്ടായിരുന്നു. ഉണക്ക വറുത്തതും മോരിയാറും അച്ചാറും വെളുത്തുള്ളി അച്ചാറാണ് കേട്ടോ. അത് ജോക്കുട്ടൻ ചേട്ടായിക്ക് മമ്മിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സാധനമാണ്. നമ്മുടെ സായി മമ്മിക്ക് കൊടുത്തുവിടാൻ വെച്ച വെളുത്തുള്ളി അച്ചാറാണ് കേട്ടോ. ഇപ്പോൾ അത് ഞങ്ങളാണ് കഴിക്കുന്നത്. ഇതൊക്കെ അങ്ങ് ഒത്തിരി ലാഗായി പോയി കേട്ടോ. അത് കാരണമാണ് ഞാൻ സ്പീഡിനിട്ട് അങ്ങ് കാണിക്കുന്നത്. ഒത്തിരി അങ്ങ് എനിക്ക് ലാഗായിട്ട് തോന്നി. പിന്നെ എനിക്ക് വോയിസ് ഓവർ ചെയ്യാനുള്ള മടി കാരണവും ഞാൻ അങ്ങ് സ്പീഡിനിട്ട് കാണിക്കുകയാണ്. കാരണം ഇത് ഒത്തിരി നേരം എടുത്താണ് അവന്മാർ ഫുഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓടി നടന്ന് കളിച്ചാണ് കഴിക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മുടെ ഡാവിക്കുട്ടൻ്റെ വണ്ടി നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിയാണ് കേട്ടോ ഓടിക്കുന്നത്. ഇടയ്ക്ക് ഡാവിക്കുട്ടന് കൊടുക്കും, ഡാവിക്കുട്ടൻ തുപ്പിയിടും, ജോക്കുട്ടൻ ചേട്ടായിക്ക് കൊടുക്കും. അപ്പോൾ ചേട്ടായിക്ക് കൊടുക്കുമ്പോൾ അയാൾക്ക് വാ തുറക്കണമെന്ന് തോന്നും. അങ്ങനെ അയാൾ വാ തുറന്നിട്ട് പിന്നെയും തുപ്പിയിടും. ഇതൊക്കെ തന്നെയാണ് കേട്ടോ രണ്ട് കുട്ടന്മാരുണ്ട്. അവൻ അവിടെ ഒരു തരത്തി ഇരിക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ ഈ സ്പീഡും കൂടി ഇട്ടത് കാരണം ഡാവിക്കുട്ടിനെ എന്താ കാണിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ച് പോയേ. അങ്ങനെ ഞാൻ മറ്റവനെ വഴക്ക് പറഞ്ഞ് ഒരിടത്തിരുന്ന് കഴിക്കിടാന്ന് പറഞ്ഞ് കസേര ഇട്ട് കൊടുക്കുകയാണ്. ആളിതേ ഫ്രിഡ്ജിൽ പോയി നേരത്തെ നിറച്ച് വെച്ച വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഞാനും അവനും ഒക്കെ കഴിക്കുന്നുണ്ടേ. അപ്പോൾ ഞാനും കഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവസാനം ഞാൻ കഴിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പം ഞാൻ കഴിക്കുന്നില്ല, അവന് വാരി കൊടുത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഒത്തിരി ഇനി അടുത്ത പ്രാവശ്യം വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഇത്രയും ലാഗിട്ട് കാരണം ഇതൊക്കെ ഒരു കുറേ നേരം ടൈം എടുത്ത് ചെയ്യുന്ന കാര്യമായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും സ്പീഡിലിട്ട് കാണിക്കേണ്ടി വരുന്നത്. കാരണം ഇവന്മാർ കുട്ടന്മാർ ഓരോ കളികളുടെ ഇടയിലാണ് ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല കുട്ടികൾ ഫുഡ് കഴിക്കുമ്പോൾ. പക്ഷേ അവനിരിക്കുന്ന നേരത്തിൽ നിന്ന് നമുക്ക് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഞാനും പോയി ചോറ് എടുത്തുകൊണ്ട് വന്ന് കൈയോടെ കഴിക്കുകയാണ്. അല്ലെങ്കിൽ രാവിലത്തെ കണക്ക് ഞാൻ കഴിക്കും. രാവിലെ എടുത്തെങ്കിലും വീഡിയോ കാണിക്കാൻ വേണ്ടി എടുത്തെങ്കിലും ഞാൻ കഴിച്ചില്ലായിരുന്നു കേട്ടോ. എനിക്ക് സമയമില്ലാഞ്ഞു പറഞ്ഞാൽ കൊണ്ടുവച്ചു ഞാൻ. ഇത്രയും സ്പീഡിലൊക്കെ കഴിക്കുകയെന്നാണെങ്കിൽ എന്ത് സുഖമല്ലേ. കാരണം ഞാൻ ഭയങ്കര ലാഗായതുകൊണ്ട് ഞാനും ഇരുന്ന് ഇങ്ങനെ ലാഗി അവന്മാർ രണ്ടുപേരും കൂടി ബെഡിലാക്കിയിട്ട് അവന്മാർ രണ്ടുപേരും കൂടി കളിക്കുന്നതാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ ആ നേരം കൊണ്ടാണ് ഫുഡ് കഴിക്കുന്നത്. അത് കാരണം അങ്ങോട്ട് നോക്കിയിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, അവന്മാരെയും വാച്ച് ചെയ്താണ് കഴിക്കുന്നത്. അല്ലെങ്കിൽ രണ്ടുപേരും കൂടി എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വെക്കും. ഇപ്പോൾ കഥ അടച്ചിട്ട് രണ്ടും കൂടി ടോയ്സൊക്കെ എടുത്തിട്ട് കളിയാണ്.
അപ്പോൾ ഇത് ഇനി വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഈ സമയം ഇവന്മാർ പതിവ് പോലെ ഉറക്കമാണ് ചെയ്യുന്നത്, ഉറങ്ങിയാണ്. പക്ഷേ ഇന്ന് നമ്മുടെ ഡാവിക്കുട്ടൻ അങ്ങനെ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങിയത് കാരണം അവൻ ഉറങ്ങാൻ വഴിയില്ല. അവൻ ഉറങ്ങാത്ത കാരണം മറ്റവനെ ഉറക്കാൻ വിടത്തില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ എന്തായാലും ഉറങ്ങാൻ പറ്റില്ല. ഞാൻ ഉറങ്ങാറില്ല, പകൽ ഞാൻ അങ്ങനെ കിടക്കാറില്ല, എനിക്ക് ഉറക്കവും വരത്തില്ല കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിനെ ഉറക്കുന്നതാണ് കാര്യം, കാരണം അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിൽ പോയിരുന്ന് ഉറങ്ങും. അപ്പോൾ ഞാൻ അവനോട് പറയുന്നുണ്ടെടാ കിടന്നോന്ന്. പക്ഷേ ഇളയവനുള്ളത് കാരണം ഇളയവൻ ഇങ്ങനെ മറ്റേവനെ ഉറക്കാൻ സമ്മതിക്കത്തില്ല കേട്ടോ. അപ്പം 4-3-7 തുണി എന്തൊക്കെ ഉണ്ട് അവിടെ. ഇന്നലെ എന്തോ അലക്കിയതാണേ, അത് ഞാൻ കയ്യോടെ അവന്മാരോട്ട് വർത്താനം പറഞ്ഞു. വേറെ നിന്ന് വെറുതെ ലാഗടിച്ച് സമയം കളയാനില്ലാത്തതുകൊണ്ട് ഞാനത് അങ്ങ് കയ്യോടെ അങ്ങ് മടക്കി വെക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ജോക്കുട്ടൻ ചേട്ടായുടെ അലമാരും തുറന്നിട്ടുണ്ട്, ഡാവിക്കുട്ടൻ്റെ ആ ഒരു സ്റ്റാൻഡും തുറന്നിട്ടിട്ട് രണ്ടുപേരെയും കയ്യോടെ അങ്ങ് മടക്കി, രണ്ടുപേരുടെയും ഡ്രസ്സ് കയ്യോടെ മടക്കി വെച്ചിട്ട് ഞങ്ങളുടെ അവിടെ എടുത്ത് വെക്കുന്നുണ്ടേ. അപ്പോൾ ഇത് ഇന്നലെ അലക്കിയ തുണിയാണ് കേട്ടോ മടക്കി വെക്കുന്നത്. അപ്പോൾ ഷെൽഫ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അവിടെ കൈ ഉടക്കുന്ന തുണിയൊക്കെ കൊണ്ട് അവിടെ സ്റ്റാൻഡിൽ തന്നെ അങ്ങ് കൈയോടെ ഇടുകയാണേ. ഇതിപ്പോൾ മടക്കി വെച്ചില്ലെന്നാണെങ്കിൽ പിന്നെ അവിടെ കിടന്നു കഴിഞ്ഞാൽ നാളത്തെ മറ്റന്നാളത്തേക്ക് കൂടി അങ്ങ് ലോട്ട് കണക്കിനാവും മടക്കാൻ. അപ്പോൾ എനിക്ക് മടിയും ആവും. ഇത് കയ്യോടെ അങ്ങ് ചെയ്ത് വെക്കുക, എന്ത് കാര്യവും ഞാൻ അങ്ങ് കയ്യോടെ വെക്കുക എന്നാണെങ്കിൽ അങ്ങ് കഴിഞ്ഞു പോകും കേട്ടോ. അവിടത്തേക്ക് ഇട്ടേക്കാണെങ്കിൽ ഇപ്പം ചെയ്യാം, പിന്നെ ചെയ്യാം, നാളെ ചെയ്യാം എന്ന് പറഞ്ഞ അവസാനം എനിക്ക് കുന്നോളം ഇരട്ടിപ്പടി എനിക്ക് തന്നെ ആവും. അത് കാണുമ്പോൾ ഒരു ടെൻഷനുണ്ട് കേട്ടോ എനിക്ക്. അതിലും നല്ലത് ഞാൻ അപ്പോൾ ഓർത്തു എന്തായാലും കുട്ടന്മാരെ ഉറങ്ങുന്നില്ല, അപ്പോൾ എന്തായാലും അങ്ങ് മടക്കി വെക്കാം, ഒരു ഇച്ചിരി എങ്ങാനും തുണിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവരുടെ അങ്ങ് അലമാരി തുറന്നിട്ടങ്ങ് രണ്ടുപേരുടെ അങ്ങ് ആക്കി അങ്ങ് മടക്കി വെക്കുമ്പോൾ അങ്ങ് വേഗം കഴിയും കേട്ടോ. ഇല്ല, രണ്ടും കൂടി ഇടിപിടുത്തവും തല്ലിപിടുത്തവും ആയിരിക്കും ഇപ്പം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ. ഞാൻ തുണി മടക്കാൻ ഇവനെ ഉറക്കിയിട്ട് മിക്ക കാര്യങ്ങളും ചെയ്യുന്നേ. ഈ തുണി മടക്കി വെക്കുമ്പോൾ അവനെല്ലാം കൂടി അങ്ങ് വാരി വലിച്ചിടുവന്നേ. അവനങ്ങ് മടക്കി വെക്കാൻ സമ്മതിക്കത്തില്ല കേട്ടോ എന്നെ. അതിപ്പോൾ ഒരു ടാസ്ക്കാണ് അവന്. കാരണം അവൻ ഈ മടക്കി വെക്കുന്ന കണ്ടൊന്ന് ഓടി വന്നൊരു തട്ട് കെട്ടും, അല്ലെങ്കിൽ അതെല്ലാം കൂടി അങ്ങ് മേത്തോട്ടെടുത്തിടും. അവനെ മടക്കി വെക്കാൻ സമ്മതിക്കത്തില്ല കേട്ടോ ഡാവിക്കുട്ടൻ. രണ്ടും കൂടി അവിടെ ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കുമ്പോൾ തല്ലുപിടുത്തമാണ്, അതേപോലെ ഇരുന്ന് ഒപ്പത്തിരുന്ന് കളിക്കുകയും ചെയ്യും കേട്ടോ. ഇപ്പം ഞാൻ ഈ തുണി മടക്കി വെക്കുന്നത് 2ാമത്തെ വട്ടമാണെന്ന് തോന്നുന്നു. കാരണം അവനെല്ലാം കൂടി വാരി വലിച്ച് പിന്നെ ഇട്ടിട്ട് ഞാൻ പിന്നെയും മടക്കി വെക്കുന്നതാണേ കാണുന്നത്. കണ്ണി പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓടി വരും കേട്ടോ, അത് പിന്നെയും വലിച്ചു വാരി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ തുണിയൊക്കെ ഏകദേശം മടക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ഇന്നത്തേക്ക് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അലക്ക വെച്ചേക്കുന്നതൊക്കെ നമുക്ക് കൈയോടെ വിരിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ മടക്കിയതെല്ലാം കൊണ്ട് അപ്പുറത്തെ റൂമിലേക്ക് വെക്കണേ. അപ്പോൾ രണ്ടുപേരും കൂടി ഇടയ്ക്ക് തല്ലും പിടിക്കും, ഇടയ്ക്ക് കുർത്തക്കേടും കാണിക്കും, പിന്നെ ഇടയ്ക്ക് സ്നേഹിക്കുകയും ചെയ്യും. അപ്പോൾ ആ സാധനമൊക്കെ ഊരിയെടുത്ത് രണ്ടും കൂടി ഇന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്പുറത്തേക്ക് തുണി എടുത്ത് വെക്കാൻ പോയ നേരമാണേ. കൂട്ടം ഞാൻ വരുമ്പോഴേക്കും ആ സാന്തി കളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തുണിയൊക്കെ കൊണ്ടുപോയി മടക്കി വെക്കാൻ വേണ്ടി പോകുന്ന നേരത്തെ അവിടുന്ന് ഓരോ സാധനങ്ങളൊക്കെ വലിച്ച് പെറുക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ വന്നു നിന്ന് കഴിയുമ്പോൾ ഞാൻ ചോദിക്കും കേട്ടോടാ എന്തിനാണ് നീ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഓടി തന്നെ വരും കേട്ടോ. അത് ഞാൻ കേൾപ്പിച്ചു തരാവേ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അലമാരിയൊക്കെ ഒതുക്കി വെച്ചായിരുന്നേ, അതിൻ്റെ വീഡിയോ പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒതുക്കുന്നതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ അടുത്ത വ്ളോഗിൽ ഇടാം കേട്ടോ. അപ്പോൾ എന്താ ചെയ്യണേ? അതെന്തിനാ പറിച്ചെടുക്കണേ? എന്തിനാ അത് പറിച്ചെടുക്കണേ? അമ്മയുടെ കുട്ടി വാടി, അമ്മ ഒതുക്കി വെക്കണതല്ലേ അതൊക്കെ. വാ അമ്മയുടെ താത്തമ്മ വാടി. ഒറ്റോ അപ്പോൾ കേട്ടോ ഡാവി കഥ ഓർക്ക്. ഡാവിക്കുട്ടിയായിട്ട് പുറത്തോട്ട് ഇറങ്ങിയത് നമ്മൾ രാവിലെ വെയിലത്ത് ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ച സാധനങ്ങളുണ്ടായിരുന്നു, വെയിൽ വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് പിറക്കി അകത്തോട്ട് വെച്ചിട്ട് നമ്മൾ രാവിലെ ഇട്ടേച്ച് വിരിച്ച തുണിയൊക്കെ എടുത്ത് പിറക്കിയിട്ട് അടുത്ത സെറ്റ് ഇടണം കേട്ടോ. അതായത് നമ്മൾ കുറച്ച് തുണിയൊക്കെ അലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിക്ക് ട്യൂഷന് പോകണം. അപ്പോൾ കുറച്ച് തുണികൾ അലക്കി വെച്ചേക്കുന്നത് രാവിലത്തേതല്ല കേട്ടോ. ഇപ്പോൾ ഇന്നത്തെ തന്നെ അങ്ങ് വിരിച്ചിട്ടില്ലെന്നാണെങ്കിൽ നാളെ പിന്നെ എനിക്ക് പണിയാവുമല്ലോ എന്ന് ഓർത്ത് അതങ്ങ് കയ്യോടെ വിരിക്കുന്നതാണേ കണ്ടത്. അപ്പോൾ ഡാവിക്കുട്ടൻ പിന്നെയും വെള്ളത്തിൽ പോയിപ്പോണ്ട് ഇന്ന് മുഴുവൻ ഞാനിവൻ
ഉറങ്ങാത്തത് കാരണവും പിന്നെ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന കാരണം അങ്ങ് റുട്ടീനിൽ പോകുന്നത് കാരണം ആൾ നല്ല കളിയാണ്. അപ്പോൾ ഞാൻ അലക്കിയൊക്കെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം വിരിച്ച് കഴിഞ്ഞ് അപ്പോൾ ഡാവിക്കുട്ടിനെ അവിടെ വെച്ച് തന്നെ ഞാൻ ചോറ് കൊടുക്കുന്നതാണേ. അപ്പോൾ കഴിക്കുന്നില്ല കേട്ടോ, ഒരു തരത്തിൽ ആൾ കഴിക്കുന്നില്ല. മുഴുവൻ ഡ്രസ്സ് നനച്ചത് മാത്രം മിച്ചം അവൻ കഴിക്കുന്നേ ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ എപ്പോഴും ഇത് കണക്കൊന്നും വെള്ളത്തിൽ കളിപ്പിച്ചിട്ട് ഞങ്ങൾ കൊടുക്കില്ല. ഞാൻ പുറത്തേക്കൊക്കെ ഇറങ്ങി കാഴ്ചയൊക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകും, ഞാൻ പുറത്തോട്ടൊക്കെ ഇറങ്ങി നടന്ന് കാക്കേനെയും പൂച്ചനെയൊക്കെ കാണിച്ച് അമ്പിളിയമ്മാമനെയൊക്കെ കാണിച്ച് പണ്ടത്തെ അമ്മമാർ പറയില്ലേ, അതേ കണക്ക് തന്നെയാണ് കേട്ടോ ഇപ്പോഴും ഞാൻ ഇവന് കൊടുക്കുന്നത്. ഇവൻ എങ്ങനെയെങ്കിലും ഒന്ന് കഴിക്കട്ടെ എന്ന് ഓർക്കും, കാരണം ആളങ്ങനെ കഴിക്കുന്ന കുറവാണ്. അപ്പോൾ ഒട്ടും വായി വയ്ക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ അവസാനം അവൻ എങ്ങനെയൊക്കെ ഒരു 2-3 പിടിയൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് ചുന്ദരനാക്കി കൊണ്ടുവന്ന് ഇരുത്തിയേക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ ഡാവിക്കുട്ടിനെ അവിടെ ഇരുത്തിയിട്ട് പോയതാണ്. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഉണക്കിയ തുണിയും തലങ്ങണിയൊക്കെ ഉണ്ടായിരുന്നു, വെയിൽ കൊള്ളിച്ച് അതൊക്കെ എടുത്ത് ഒതുക്കി പെറുക്കി വെക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് അലക്കി വെച്ചേക്കുന്നതും കൂടി ഒന്ന് എനിക്ക് വിരിക്കണം കേട്ടോ. അപ്പോൾ അതിനും കൂടി ഡാവിക്കുട്ടൻ എൻ്റെ കൂടെ പുറത്ത്, കാരണം കുളിപ്പിച്ച് ചോറും കൊടുത്തിട്ട് കയറ്റിയതാണ്. അപ്പോൾ അത് കണ്ടിട്ട് ദൈവം അപ്പുറത്തുനിന്ന് വരും കേട്ടോ. ഇവൻ രാവിലെ തുടങ്ങി വെള്ളത്തിൽ കളിയാണല്ലോ എന്നും പറഞ്ഞ്. അപ്പോൾ അവൾ ഇത്തിരി നേരം എടുത്തിരിക്കും കേട്ടോ. അവളിന്ന് ക്ലാസ്സിൽ പോകാൻ കാരണം എനിക്ക് കാര്യമായി, കാരണം എനിക്ക് വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പറ്റി. അപ്പോൾ ഞാൻ എന്തായാലും ഓർത്തു, അവിടെ മഴ പെയ്ത് മുഴുവൻ പായൽ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ക്ലോറിനൊക്കെ ഇട്ട് കഴുകണം. അപ്പോൾ ഞാനിപ്പോൾ അവിടെ തേച്ച് കഴുകുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇതും കുറേ നേരത്തെ പരിപാടിയായിരുന്നേ. അപ്പം ബോറടിക്കേണ്ടെന്ന് ഓർത്ത് ഇതും ഞാൻ സ്പീഡിനിടുന്നതാണ്. എത്ര നേരം എടുത്തിട്ടാണ്, ഒരു 5-6 പ്രാവശ്യം വെള്ളം ഒഴിച്ച് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. നിറച്ച് പായലും ഒഴുക്കാണ്, കുഞ്ഞൊക്കെ നടക്കുന്ന സ്ഥലമല്ലേ ഇരിക്കുന്നതല്ലേ എന്ന് ഓർത്തിട്ട് ഇനി വേറൊരു ദിവസം ക്ലോറിനൊക്കെ ഇടണമെന്നൊക്കെ ആലോചിച്ച് ഞാൻ അവിടെ എന്തായാലും തേച്ചൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവം കുഞ്ഞിനെ പിടിച്ചേക്കുന്നത് കൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. അവനെ ഞാൻ കുളിപ്പിച്ച് അവിടെ നിർത്തിയതാണ്. അപ്പോൾ അവളുള്ളത് കൊണ്ട് അപ്പോൾ ഇയാൾ ഇടയ്ക്ക് ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഈ സ്പീഡ് കൂട്ടി ഇട്ടേക്കുന്നത് കേട്ടോ. അങ്ങനെ ഓൾമോസ്റ്റ് അവിടെ കഴുകി കഴിഞ്ഞ് തുണിയൊക്കെ വിരിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അകത്തേക്ക് കയറും കേട്ടോ. വലിയ പരിപാടികളും കാര്യങ്ങളില്ല. അപ്പോൾ അവൾക്കറിയില്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അവൾ വീഡിയോയുടെ ഫ്രണ്ടിൽ അവനെയായിട്ട് വന്ന് നിൽക്കുന്നതാണ്. എന്നോട് വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. എൻ്റെ ഒരു അനിയത്തിനെ കണക്കാണ് കേട്ടോ, ഭയങ്കര വർത്താനം. എനിക്കൊരു കമ്പനിയായിട്ടാണ് ആൾ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ക്ലീനാക്കി കഴുകിയൊക്കെ ഇട്ട് അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ ദേവ് പറഞ്ഞു എന്നാൽ അവൾ നിൽക്കാം, കാരണം എനിക്കിനി കുളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ അവൾ നിന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ ഡാവിക്കുട്ടിനായിട്ട് അവളെ നിർത്തിയിട്ട് ഞാനങ്ങ് പോയി കുളിക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ ഇങ്ങനെ പകല് അവൾക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ വന്ന് നിൽക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ നടക്കാനൊക്കെ ഈവനിങ് വാക്കിനോ അല്ലെങ്കിൽ ഇടയ്ക്ക് സൺഡേ ഒക്കെ അവൻ അങ്ങോട്ട് പോയി എടുക്കുകയൊക്കെ ചെയ്യത്തുള്ളൂ കേട്ടോ. ഇതിപ്പോൾ അങ്ങനെ എനിക്ക് വീഡിയോ എടുക്കാനും പറ്റി, ഇന്നത്തെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്യാനും എല്ലാം അല്ലെങ്കിൽ എന്തെങ്കിലും പെൻഡിങ് ഇട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഡാഡി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം കുളിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ പ്രതീക്ഷിച്ചാണ് കേട്ടോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ടാറ്റ് തരുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് ഡാഡി വന്നു കഴിയുമ്പോൾ ഇവൻ്റെ ദീപാവലിയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകുന്നുണ്ട്, അതും കൂടി നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ പള്ളൂരുത്തിയിൽ നമ്മൾ പറയുമായിരുന്നു കേട്ടോ, ഈ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനോ എന്തെങ്കിലുമൊക്കെ റെൻ്റൽ ഹൗസ് വന്നു കഴിഞ്ഞ് ഒരു റെൻ്റലിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കടയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു പുതുതായിട്ട് കട വന്നു, പക്ഷേ അവിടെ ഭയങ്കര റേറ്റായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ബഡ്ജറ്റ് ഒട്ടും അഫോർഡബിൾ അല്ലാന്ന് എനിക്ക് തോന്നിപ്പോയി. പക്ഷേ സാധനം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളത് പള്ളൂരത്തിലുള്ളൊരു പുതിയ ഷോപ്പാണ്, അവിടെ പോയി നമ്മളത് ദീപാവലിക്കുള്ള ഡ്രസ്സ് അവിടെ നമ്മുടെ സ്കൂളുകാർ തന്നെ തന്നായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എന്തോ ഒരു പോലീസിൻ്റെ ഡ്രസ്സ് എടുത്തപ്പോൾ 300 അങ്ങനെ എന്തൊക്കെയായിരുന്നു കേട്ടോ. നമുക്ക് അത് റിട്ടേൺ എന്തോ എടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷേ ഇത് സാധനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടി. ഇവിടുത്തെ കോസ്റ്റ്യൂംസൊക്കെ എനിക്ക് കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടമായിട്ടോ. അത് ഞാൻ ആ ഒരു മാസ്കൊക്കെ എടുത്തത്. പക്ഷേ ഇത്തിരി പ്രൈസ് ഒരിത്തിരി നമുക്ക് ഈ ഒരിത്തിരി നേരത്തേക്ക് അല്ലെങ്കിൽ ഒരു ദിവസത്തേക്കുള്ളൊരു പരിപാടിക്ക് 500 രൂപയ്ക്ക് എന്നൊക്കെ പറയുന്നത് എനിക്ക് അത്ര ഓക്കെ ആയിട്ട് തോന്നിയില്ല. അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടെന്നാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ, എന്തെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ. ഒരു പ്രൈസിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങളിത് ഡ്രസ്സൊക്കെ എടുത്ത് തിരിച്ചിതേ വീട്ടിലേക്ക് പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ പള്ളൂരത്തുള്ള പുതിയൊരു ഷോപ്പാണ്, ആവശ്യമുള്ളവർ നമുക്ക് ഓടി വന്ന് എടുക്കാൻ സാധനങ്ങളും കാര്യങ്ങളും, ഫാൻസി ഡ്രസ്സിൻ്റെയൊക്കെ സമയമല്ലേ, അപ്പോൾ എടുക്കാം. പക്ഷേ റേറ്റ് കാര്യത്തിൽ ഞാനൊന്നും ഓക്കെ പറയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും എടുത്തു, നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ എടുത്ത് തിരിച്ചിറങ്ങുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെന്നാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ട് ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ഹോപ്പ് യു ഗൈസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ബൈ ബൈ, താങ്ക് യു.